ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. സെക്കൻഡ് മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു സിമ്പിൾ സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻസ്, അതിനകത്ത് കുറച്ച് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി ഞാൻ ഇന്നത്തെ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞു ചെറിയ 3 ചാപ്റ്റർ ചേരുന്നതാണ് സെക്കൻഡ് മൊഡ്യൂൾ. അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പ്രോബ്ലംസ് വരുന്ന പോർഷനാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അതായത് പിന്നെ എല്ലാ പ്രോബ്ലം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, സാമ്പിളായിട്ട് 2-3 പ്രോബ്ലംസ് നമുക്ക് ചെയ്തു മാറാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ജസ്റ്റ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ, അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ്, ഇങ്ങനൊരു ബോഡിയിൽ ഇങ്ങനെയോ, അതായത് ഇങ്ങനെ ടെൻസർ, ഈ വലിവ് ബലം ഇങ്ങനെ വരികയാണ്. ഇതിന്റെ നീളം ഒറിജിനൽ ലെങ്ത് L ആണ്. ഇത് 2 സൈഡിലോട്ടും ഇതിന്റെ നീളം ഇതിന് കൂടാൻ പറ്റും അല്ലേ. ഇനി തിരിച്ച് ഇങ്ങനെയാണ് പിന്നെ കംപ്രസീവ് ഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ ഏരിയ കൂടി. ഇതിങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച നീളം കുറഞ്ഞു ഏരിയ കൂടി. ഇതെന്ന് പറഞ്ഞാൽ ഏരിയ കുറഞ്ഞു നീളം കൂടി. അപ്പം ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതനുസരിച്ച് നമ്മൾ 3 രീതിയിൽ നമുക്ക് ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് ഞാൻ ഈ സൈഡിലേക്ക് എഴുതിയിടാം. ഇത് എപ്പോഴും നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴെല്ലാം നമുക്ക് വേണ്ടിയതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് നമുക്ക് 3 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രെസ് എന്ന് പറയുന്നത്, സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ബൈ ഏരിയ, ഇത് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചതാ. ഓക്കെ, ഈ സ്ട്രെസ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എഫ് ആണ്. സ്മോൾ ലെറ്റർ എഫ് ഈസ് ഈക്വൽ ടു, ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ പി ആണ്. ക്യാപിറ്റൽ പി. ഏരിയയെ റെപ്രസെന്റ് ചെയ്യുന്നത് എ. ഇതാണ് നമുക്ക് ഒന്നാമതായിട്ട് വേണ്ടിയത്. സ്മോൾ എഫ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, ഒന്നാമത്തെ ഇക്വേഷൻ. 2 എന്ന് പറയുന്നത് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ഡെൽറ്റ എൽ ബൈ എൽ. അതായത് എത്രമാത്രം ചേഞ്ച് ഉണ്ടോ അതാണ് ഡെൽറ്റ എൽ. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പൊ ഡെൽറ്റ എൽ, അപ്പൊ സ്ട്രെയിനിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇ എന്നുള്ള ലെറ്റർ ആണ്. അപ്പൊ ഡെൽറ്റ എൽ ബൈ എൽ, ഇത് നമ്മൾക്ക് അറിയേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തത് നമ്മൾ ഹുക്സ് ലോ പറയുമ്പം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിന് പറയുന്ന പേര് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാണ്. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പൊ അതിന്റെ ലെറ്റർ എന്ന് പറയുന്നത് സ്ട്രെസ് എന്ത് റെപ്രസെന്റ് ചെയ്യും? സ്മോൾ എഫ്. എഫ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് സ്മോൾ ഇ ആണ്. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇ ആണ്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ നമുക്ക് എപ്പോഴും നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവണം. ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ. ഇനി സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ്, ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നമുക്ക് ഏത് പ്രോബ്ലം വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഈ ഇയുടെ ടേംസിലേക്ക്, അപ്പൊ നമുക്ക് ഈ കാണാനായിട്ട് നമുക്ക് 2 ഇക്വേഷൻ, ഇപ്പൊ ഇതിൽ നിന്ന് ഈ കണ്ടുപിടിക്കാം. ഇ ഈസ് ഈക്വൽ ടു, ഈ അങ്ങ് മോളിൽ പോയി ആ ക്യാപിറ്റൽ ഇ ഇങ്ങ് താഴെ വന്നാൽ ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ ഇ എന്ന് വരും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മറിച്ചൊക്കെ നമുക്ക് ഇക്വേഷൻസ് എഴുതി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. എങ്കിൽ നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്, നമ്മളിപ്പോ ഈ ഒരു സെക്ഷൻ എടുത്തപ്പം ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് L ഉണ്ട്. ഇതിന്റെ നീളം കൂടിയപ്പം ഇപ്പൊ ഒറിജിനൽ ലെങ്ത് 50 മില്ലിമീറ്റർ ആണെന്ന് വെച്ചോ. ഒറിജിനൽ ലെങ്ത് 50 മില്ലിമീറ്റർ. ഫൈനൽ ലെങ്ത് നീളം കൂടിയത് 60 മില്ലിമീറ്റർ ആണെന്ന് വെച്ചോ. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാ വന്നേ? ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഇനീഷ്യലിന്ന് ഫൈനൽ കുറയ്ക്കും 60 അല്ലെ. ഇതിപ്പോ കൂടുതൽ ഇതായതുകൊണ്ട് 60 മൈനസ് 50. അപ്പൊ ഇതെന്താ കിട്ടിയത്? ഡെൽറ്റ എൽ. ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് 50 ആണ്.
അപ്പൊ 60 മൈനസ് 50 എന്ന് പറയുമ്പോൾ 10 mm വന്നു ഡെൽറ്റ എൽ. അപ്പൊ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുവാണെങ്കിൽ 10 ബൈ ഒറിജിനൽ ലെങ്ത് 50. ഇത് ചെയ്താൽ നമുക്ക് സ്ട്രെയിൻ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഒരു വേരിയിങ് ക്രോസ് സെക്ഷൻ ഉള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത്, ഇപ്പൊ ഒരേ ക്രോസ് സെക്ഷൻ ഉള്ള ഇപ്പൊ ഇങ്ങനൊരു മെറ്റീരിയൽ ആണ്. ഇതിലാണ് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്രോസ് സെക്ഷൻ എത്രയാണ്? ഇതിന്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ ഇതിന്റെ ത്രൂ ഔട്ട് ലെങ്ത് ഡയമീറ്റർ ഡി ആയിരിക്കും. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോഴാണ് ഇങ്ങനെ എഴുതി വന്നത്. ഇനി ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയിങ് ക്രോസ് സെക്ഷൻ, ഒരു ബാറിന്റെ ഒരു വേരിയിങ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ബാറിന്റെ ഡെൽറ്റ എൽ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇനി പോകുന്നത്. അല്ലെങ്കിൽ ഇലോങ്ങേഷൻ ഓഫ് എ ബാർ വിത്ത് വേരിയിങ് ക്രോസ് സെക്ഷൻ. അതായത് ഇപ്പൊ ഞാൻ പറയാം, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ വരയ്ക്കും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രീതി വരയ്ക്കും. പക്ഷെ ഒരേ അതിന്റെ ഇതിൽ പോകുമ്പം അതിന്റെ ഡയമീറ്റർ വ്യത്യാസം വരുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ വന്നിട്ട് അതങ്ങ് വലുതായി. ഒരേ മെറ്റീരിയലാണ്. ഒരേ മെറ്റീരിയൽ വന്നിട്ട് അതിന്റെ ഡയമീറ്റർ വ്യത്യാസം വന്നു. ആ പൈപ്പിന്റെ ഡയമീറ്റർ വ്യത്യാസം വന്നു. പിന്നെ അതിൽ വീണ്ടും ഒരു ചേഞ്ച് വരുന്നു എന്ന് വിചാരിച്ചോ. ഇങ്ങനെ പല ക്രോസ് സെക്ഷൻസ്, അതായത് ഇവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 mm ആണെങ്കിൽ ഇവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു 80 mm ആയിരിക്കും. അപ്പൊ വീണ്ടും ഇവിടെ വരുമ്പോൾ ഒരു 70 ആയിട്ട് കുറയും, ഇവിടെ വരുമ്പോൾ ഒരു 5 ആയിട്ട് കുറയും എന്ന് വിചാരിച്ചോ. അപ്പൊ ഒരു വേരിയിങ് ക്രോസ് സെക്ഷൻ, അതായത് ഡയമീറ്റർ ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു ട്യൂബ് അല്ലെങ്കിൽ ഒരു ബാർ, അതിന്റെ ഇലോങ്ങേഷൻ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയേ, ഇവിടെ ശ്രദ്ധിച്ചേ. ഇനി നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞ ഈ ഇക്വേഷനെ പോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരേ മെറ്റീരിയൽ കൊണ്ടാണ് ഒരു ബാർ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ മെറ്റീരിയൽ ആണ് ത്രൂ ഔട്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ നമ്മൾ ആ മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സെയിം ആയിരിക്കും. ഒരു മെറ്റീരിയലിന് ഒരു യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉള്ളൂ. ഇപ്പൊ ഈ മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണെന്ന് വിചാരിക്കുക. അപ്പൊ മൈൽഡ് സ്റ്റീൽ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ മൈൽഡ് സ്റ്റീലിന് ഒരു യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഈ മെറ്റീരിയൽ ഒരു കോപ്പർ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആ കോപ്പറിന് ഒരു യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ ഈ പറയാൻ പോകുന്ന ഈ ബാർ എന്ന് പറയുന്നത് ഒറ്റ കുഴപ്പമുള്ളതിന് വേരിയിങ് ഡയമീറ്റർ ആണ്. പക്ഷെ മെറ്റീരിയൽ ഒന്ന് തന്നെ ആയതുകൊണ്ട് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സെയിം ആണ്. മനസ്സിലായല്ലോ? ഇനി ഇതിനകത്ത് ഞാൻ ഇത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇലോങ്ങേഷൻ, ഇതിനുള്ളിൽ ഉണ്ടാകുന്ന നീള വ്യത്യാസം. അത് ചിലപ്പോൾ നീളം കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം, കോൺട്രാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇലോങ്ങേഷൻ ആയിരിക്കാം. അപ്പൊ നമുക്ക് ആ ഒരു നീള വ്യത്യാസം എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ നമുക്ക് ബേസിക്കലി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ എല്ലിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ചേഞ്ച് ഇൻ ലെങ്ത്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്, അല്ലെ? ഡെൽറ്റ എൽ ഏതാണ്? ഡെൽറ്റ എൽ വരുന്ന ഇതിനകത്തെ ഇക്വേഷൻ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൽ എന്ന് എടുത്തൂടെ? സ്ട്രെയിൻ ഇൻറ്റു ഒറിജിനൽ ലെങ്ത്. ഡെൽറ്റ എൽ ഈസ്, ഞാൻ ചുമ്മാ ഇക്വേഷൻ എന്ന് എഴുതുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ എൽ ആയതുകൊണ്ട് നമ്മൾ ആ ഡെൽറ്റ എല്ലിനെ മാത്രം എടുത്തപ്പോൾ നമ്മൾ ഇതുമായിട്ട് നോക്കിയപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ ആണ് നമുക്ക് വന്നത്. അപ്പൊ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൽ. സംശയമുണ്ടോ? ഇല്ലല്ലോ. ഇ ഇൻറ്റു എൽ. ഇനി ഇ എന്താ? സ്ട്രെയിൻ. എൽ എന്താ? ഒറിജിനൽ ലെങ്ത്. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കിയേ, നമുക്ക് എപ്പോഴും ഇതിന്റെ ഡയമീറ്റർ ആണ് വേരി ചെയ്യുന്നത്. വേരിയിങ് ക്രോസ് സെക്ഷൻ, ഈ ക്രോസ് സെക്ഷൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഏരിയയിലെ ചേഞ്ചാ, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ഇതുകൊണ്ട് തൃപ്തിയായിട്ടില്ല, ഇത് ഏരിയയിലേക്ക് പോണം. ഇവിടെ നമുക്ക് ഇലോങ്ങേഷൻ ഓക്കെ, അത് നമ്മൾ എടുത്തു. ഇനി വേരിയിങ് ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഏരിയയിലുള്ള വ്യത്യാസമാണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ ഒരു ഏരിയ വന്നാൽ നമുക്ക് ഇച്ചിരൂടെ എളുപ്പമായിരിക്കും, അല്ലെ? അപ്പൊ നോക്കിയേ, ഈയും അതായത് സ്ട്രെയിനും ഏരിയയും കൂടെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇക്വേഷൻസ് ഉണ്ടോ എന്ന് ആലോചിക്കുക. എന്തെങ്കിലും ഇക്വേഷൻസ്. അപ്പൊ നമുക്കറിയാം ഈ സ്ട്രെയിനിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. സ്ട്രെയിനിന് നമുക്ക് ഇതിൽ നിന്നൊരു ഇക്വേഷൻ കൊണ്ടുവന്നൂടെ? E ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ, ഞാനിപ്പോ കുറച്ച് മുമ്പ് പറഞ്ഞു,
എഫ് ബൈ ഇ അങ്ങ് പോവും, ഈ ഇങ്ങ് വരും, എഫ് ബൈ ഇ അല്ലേ. അപ്പൊ ഞാൻ വീണ്ടും എഴുതി ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ഇയുടെ വാല്യൂ അങ്ങ് മാറ്റി. ഈ എവിടെ എങ്ങനെ കൊണ്ടുവന്നേ? ഇതിൽ നിന്ന് ഇയുടെ വാല്യൂ ഞാൻ എഫ് ബൈ ഇ. ഈ എഫ് എന്താണ്? സ്ട്രെസ് ആണ്. ഈ എഫ് ബൈ ഇ ഇൻറ്റു എൽ എന്നാക്കി. ആർക്കും വിരോധമൊന്നും ഇല്ലല്ലോ അങ്ങനെ ആക്കിയേ? ഒരു മാറ്റവും ഇല്ല. ഈക്ക് അങ്ങനെയും കൂടെ ഒരു പേരുള്ള, വീട്ടിൽ വിളിക്കുന്ന പേര് നാട്ടിൽ വിളിച്ചൂന്നേ ഉള്ളൂ അല്ലേ എന്ന് പറയുന്ന പോലെ എഫ് ബൈ ഇ ഇൻറ്റു എൽ എന്ന് ഞാൻ എഴുതി. അപ്പോഴും നമുക്ക് എന്താ വന്നേ? നമ്മുടെ പർപ്പസ് സെർവ് ചെയ്തില്ല. അതായത് ഏരിയയുടെ ടേംസിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവന്നില്ല. അപ്പൊ ഇവിടെ വീണ്ടും ഇങ്ങനെ കിടക്കുന്നുണ്ട്, വീണ്ടും അതിലേക്ക് എത്താനാണ് നമ്മൾ നോക്കുന്നേ. അപ്പൊ നോക്കി ഈ സ്മോൾ എഫ്, അതായത് സ്ട്രെസ്സിനൊരു ഇക്വേഷൻ താണ്ട് കിടക്കുന്നു. സ്ട്രെസ്സിനൊരു ഇക്വേഷൻ പി ബൈ എ എന്ന് കിടക്കുന്നു, കണ്ടോ? അപ്പം അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് പോയത്, മനസ്സിലായല്ലോ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ 3 ഇക്വേഷൻസ് ഇതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്, എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പം എഫ് ഈസ് ഈക്വൽ ടു പി ബൈ എ എന്നുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വന്നു, എഫിന് എന്ത് വില കൊടുത്തു? പി ബൈ എ. വീണ്ടും താഴെ എന്തുണ്ട്? എഫിനാണ് പി ബൈ എ എന്ന് കൊടുത്തത്, ഇ ഇൻറ്റു എൽ എന്ന് വന്നു. ഓക്കെ, ശരിയാണല്ലോ. ഇനി നമുക്ക് അതൊന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുമ്പോൾ പി ബൈ എയും ഇങ്ങ് താഴെ പോയിട്ട് എ ഇ ഇൻറ്റു എൽ, പി എൽ ബൈ എ ഇ എന്ന് വന്നു. ഓക്കെ ആണോ? ഇതിലേക്ക് ഡിറൈവ് ചെയ്ത് വന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പൊ നോക്കിയേ, നമ്മുടെ ഈക്വേഷൻ ഡെൽറ്റ എൽ കാണാനുള്ള ഈക്വേഷൻ പി എൽ ബൈ എ എന്നാണ്. അതായത് ഒരു വേരിയിങ് ക്രോസ് സെക്ഷൻ അല്ല, ഒരു സാധാരണ ഇതില് ഒരു ലോഡ് വരുവാണെങ്കിൽ ഡെൽറ്റ എൽ കാണാനുള്ള ഈക്വേഷൻ ആണ് ഇത്. ഒന്ന് മാത്രമേ ഉള്ളൂ, അതിന്റെ ഏരിയയും ഒന്ന് തന്നെയാണ്, എന്താണ് പിന്നെ ഡയമീറ്ററും ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, ലെങ്ത് ഒറ്റ സെക്ഷൻ ആണ് ഇത്. അതിന്റെ ഡെൽറ്റ എൽ കാണാനുള്ള ഇക്വേഷൻ ആണ് പി എൽ ബൈ എ ഇ. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനത്തെ എത്ര എണ്ണം ഇവിടെ വന്നു എന്ന് ആലോചിച്ചേ. ഇങ്ങനത്തെ എത്ര എണ്ണം വന്നു? 1 2 3 4 എണ്ണം വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ ഒക്കെ ലെങ്തും വ്യത്യാസമല്ലേ? ആദ്യം ഇത്ര ഉണ്ടായിരുന്നു, പിന്നെ ഇത് ഇത്രയായി, പിന്നെ അത് വീണ്ടും കുറഞ്ഞു, പിന്നെ അത് ഇത്രയായി അല്ലേ? ലെങ്തും വ്യത്യാസമാണ്, ഡയമീറ്ററും വ്യത്യാസമാണ്. അപ്പൊ ഞാൻ പറയുന്നു ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L1 ആണ്. ഈ ഫസ്റ്റ് സെക്ഷന്റെ ലെങ്ത് L1, ദെൻ സെക്കൻഡ് സെക്ഷൻ്റെത് L2, തേർഡ് എന്ന് പറയുന്നത് L3, ഈ ഫോർത്ത് വൺ എന്ന് പറയുന്നത് L4. ലെങ്ത് വ്യത്യാസമില്ലേ? ആദ്യം പറഞ്ഞ ഇതുപോലത്തെ 4 എണ്ണമാണുള്ളത്. നമുക്ക് മൊത്തത്തിലുള്ളതിനെ ഇവിടുന്ന് ഇങ്ങനെ വലിച്ചാല് ഇതിനുണ്ടാകുന്ന ഇലോങ്ങേഷൻ ആണ് നമുക്ക് വേണ്ടിയത്. ഇതിനകത്ത് പി എന്ന് പറയുന്ന ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുണ്ടാകുന്ന ആദ്യം L1 ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, L2 ആണെങ്കിൽ ഇതിനൊരു മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ക്ലാസ്സിൽ 60 കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ 60 കുട്ടികളെ ഞാൻ പഠിപ്പിക്കുകയാണ്. ഞാനാ പഠിപ്പിക്കുന്നേ, പി എന്ന് പറയുന്ന ഫോഴ്സ് പഠിപ്പിക്കുന്നേ അല്ലെ? ഈ പി എന്ന് പറയുന്ന ഫോഴ്സ് പഠിക്കുമ്പോൾ ഇവന് മനസ്സിലാകുന്നത് എത്രന്ന് വെച്ചാൽ അത്രത്തോളം വരുമോ? ഇതിന് ചിലപ്പോൾ കൂടിയിരിക്കാം, കുറഞ്ഞിരിക്കാം, ഇവന് വേറൊരു രീതിയിലായിരിക്കാം എന്ന് പറയുന്ന പോലെ ഒരേ ഫോഴ്സ് തന്നെയാണ് വലിക്കുന്നത്. പക്ഷേ അതിനുള്ളിൽ ഉണ്ടാകുന്ന ഓരോ സെക്ഷനിലും ഉണ്ടാകുന്ന ലെങ്തില് വ്യത്യാസമുണ്ട്. അതായത് ലെങ്തും സെയിം അല്ല, ഡയമീറ്ററും സെയിം അല്ല. അപ്പൊ കൊടുക്കുന്ന ബലത്തിനനുസരിച്ചുള്ള ഇലോങ്ങേഷൻ വ്യത്യാസമായിരിക്കും. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ഇലോങ്ങേഷൻ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഒരെണ്ണത്തിന് കാണാനുള്ള ഇക്വേഷൻ നമുക്കുണ്ട്. ഇതിന്റെ ഏരിയ A1, ഇതിന്റെ ഏരിയ A2, ഇത് A3, ഇത് A4 ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഡയമീറ്റർ തന്നാൽ നമുക്ക് പൈ d സ്ക്വയർഡ് ബൈ 4 എന്ന് കണ്ടുപിടിച്ച് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇതിന്റെ ഡയമീറ്റർ ഉണ്ടെങ്കിൽ പൈ d സ്ക്വയർഡ് ബൈ 4 ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് കിട്ടും. അപ്പൊ നമുക്ക് നോക്കിയേ, ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഇക്വേഷനെ നമുക്ക് വേണ്ടിയത് ടോട്ടൽ ഡെൽറ്റ എൽ, മൊത്തത്തിലുള്ള ചേഞ്ച് ഇൻ ലെങ്ത് ആണ് നമുക്ക് വേണ്ടിയത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ പി എൽ ബൈ എ എന്നല്ലേ, പിക്ക് വ്യത്യാസമുണ്ടോ? ഇല്ല, എല്ലായിടത്തും സെയിം ആണ്. എല്ലിന് വ്യത്യാസമുണ്ടോ? ഉണ്ട്. പി L1 ബൈ ഏരിയ വ്യത്യാസമുണ്ട് A1. ഈ എന്ന് പറയുന്നത് സെയിം ആണ്, കാരണം ഒരേ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ പറയുകയാണ് വ്യത്യാസമുള്ള മെറ്റീരിയൽ ആണെങ്കിൽ
ആദ്യത്തെ ഇത് ബ്രാസ് കൊണ്ട്, ഇത് കോപ്പർ കൊണ്ട്, ഇത് അലുമിനിയം കൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു E1 വരും, E2 വരും, E3 വരും, ദെൻ അഗൈൻ E4 വരും മെറ്റീരിയൽ വേറെ ആണെങ്കിൽ. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഒരേ മെറ്റീരിയൽ കൊണ്ടുള്ള ഇതാണ്. അപ്പൊ E എന്ന് പറയുന്നത് E എന്ന് മാത്രമേ എഴുതത്തുള്ളൂ, E1 എന്ന് എഴുതേണ്ട കാര്യമില്ല, സെയിം മെറ്റീരിയൽ ആണ്. അത് കഴിഞ്ഞ് പ്ലസ് ആദ്യ AE അല്ലേ, PL/AE എന്നുള്ളതിനകത്ത് എന്ത് വ്യത്യാസമാണ്? ആദ്യത്തെ L1 എടുത്തു, ആദ്യത്തെ ഏരിയ എടുത്തു. അപ്പൊ ഒരെണ്ണത്തിന്റെ ഇലോങ്ങേഷൻ ആയി. അടുത്തതെന്ന് പറയുന്നത് PL2/A2E പ്ലസ് PL3/A3E പ്ലസ് PL4/A4E. ഓക്കെ ആണേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു, ഇതിനകത്ത് എന്താണ് കോമൺ ആയിട്ടുള്ളത്? പിയും ഉണ്ട്, ഇ ഉണ്ട്. PE കോമൺ ആയിട്ടുണ്ട്. അപ്പൊ P/E എന്നുള്ളത് കോമൺ ആയിട്ട് എടുത്തു. ബാക്കി എന്താണ്? L1/A1 പ്ലസ് L2/A2 പ്ലസ് L3/A3 പ്ലസ് L4/A4. എത്ര ഉണ്ടോ അത്രയും ഇത് എടുക്കുന്നു. നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് ഇതിലേക്ക് പോയത്. ഇനി നോക്കിയേ, അങ്ങനെയെങ്കിൽ നമുക്കിപ്പം മെറ്റീരിയൽ വ്യത്യാസമാണ്, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സെയിം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എന്തോ ചെയ്യാന്നറിയോ? ഈ ഇക്വേഷനില് P കോമൺ ആയിട്ട് എടുത്തോണ്ട് A1 E1, A2 E2, A3 E3 എന്നും പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ നമുക്കിപ്പം സെയിം മെറ്റീരിയൽ ആണെങ്കിൽ ഈ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷന് ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു P/E സിഗ്മ L/A എന്ന് എഴുതിക്കൂടെ? എല്ലാത്തിന്റെയും കൂടെ ഓൾജിബ്രിക് സം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, ശരിയാവുമോ എന്ന് നോക്കാം. ഓക്കെ, ഒരു വേരിയിങ് ക്രോസ് സെക്ഷൻ. അപ്പൊ ആലോചിക്കുക, P/E ഡെൽറ്റ എൽ കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ എഴുതിയിടാം, ഡെൽറ്റ എൽ കാണാനുള്ള കോമൺ ഇക്വേഷൻ PL/AE എന്നാണ്. അത് വന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഡെൽറ്റ എൽ കാണാൻ PL/AE എന്ന് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് സ്ട്രെയിൻ ഇൻറ്റു ലെങ്ത് എന്നാണ്. അതിലെ സ്ട്രെയിനിനകത്ത് ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ളത്, സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നുള്ളത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഇതിലേക്ക് വന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മളൊരു പ്രോബ്ലത്തിലേക്ക് പോവാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇക്വേഷൻ വലതുവശത്ത് തന്നെ കിടന്നോട്ടെ. ഓക്കെ, നമ്മളപ്പം അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകുമ്പം വേരിയിങ് ക്രോസ് സെക്ഷന്റെ അളവുകളെല്ലാം തന്നിരിക്കുകയാണ്. ദെൻ അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഒരേ പൈപ്പ് തന്നെയാണ്, പല സെക്ഷനിൽ വരികയാണ്. ദെൻ സോറി ഇങ്ങനെ ഒരു സെക്ഷനാണ്, ഒരേ പൈപ്പ് തന്നെ പല ഡയമീറ്റർ വന്നിരിക്കുക. ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഇവിടെ വരെ 100, ഇവിടുന്ന് ഇവിടെ വരെ 150, ഇവിടുന്ന് ഇവിടെ വരെ 120. നിങ്ങൾ ചെയ്തു നോക്കുക, ആദ്യം പഠിച്ചിട്ട് ഇതേ രീതിയിൽ ചെയ്തു നോക്കുക. ഇതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 30, ഇതിന്റെ ഡയമീറ്റർ 20, ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 40. ഞാൻ ഈ ഫിഗറിൽ തന്നെ എഴുതിയിരിക്കുകയാണ്. ഇതിന്റെ ഡയമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഡയമീറ്റർ ആണ് 20, 40 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിലൊരു കംപ്രസീവ് ഫോഴ്സ് ഉണ്ട്, ഒരു 50 കിലോ ന്യൂട്ടൺ കംപ്രസീവ് ഫോഴ്സ് ഇതേ കൊടുക്കുന്നുണ്ട്, 50 കിലോ ന്യൂട്ടൺ. ഓക്കെ, നിങ്ങൾ ഇനി വളരെ സിമ്പിൾ ആണ് പ്രോബ്ലം ചെയ്യാൻ. നമുക്ക് ബേസിക് ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു PL/AE എന്നുള്ള ബേസിക് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു, ഇത് ഒറ്റ സെക്ഷൻ ഉള്ളതിനാണ് PL/AE. ഇവിടെ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? PL1/A1E എന്നെടുക്കാം അല്ലേ, പ്ലസ് PL2/A2E എന്നെടുക്കാം, പ്ലസ് PL3/A3E എന്നെടുക്കാം. 3 അല്ലേ ഉള്ളൂ. ഓക്കെ,
ഇതിനകത്തുനിന്ന് നമുക്ക് എന്തെടുക്കാം? നമുക്ക് ബേസിക് ഇക്വേഷനിൽ നിന്നാണ് ഓരോന്നിന്റെ ഇതെല്ലാം കൂടെ കൂട്ടുന്നതല്ലേ ഉണ്ടാകുന്ന ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഓരോന്നിനും ഉണ്ടാകുന്ന ഇലോങ്ങേഷൻ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ P by E എന്നുള്ളത് കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് വരുന്നത് L1 by A1 plus L2 by A2 plus L3 by A3 എന്ന് വന്നു. അങ്ങനെയെങ്കിൽ പിയുടെ വാല്യൂ എത്ര? 50 കിലോ ന്യൂട്ടൺ അല്ലേ? 50 കിലോ ന്യൂട്ടനെ ന്യൂട്ടണിലാക്കുവാണെങ്കിൽ 50 into 10⁻³ ന്യൂട്ടൺ. 50 കിലോ ന്യൂട്ടനെ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് എഴുതുന്നതായിരിക്കും ഭംഗി. സ്ട്രെസ് അല്ലെങ്കിൽ ഇലോങ്ങേഷൻ മില്ലിമീറ്ററിലാക്കുന്നതാണ് നല്ലത്. അപ്പൊ സ്ട്രെസ് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ, സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല, പിന്നെ ഇലോങ്ങേഷൻ എഴുതുമ്പോൾ മില്ലിമീറ്റർ എഴുതുന്നതായിരിക്കും നല്ലത്. ഏരിയ ആണ് കാണുന്നതെങ്കിൽ മില്ലിമീറ്റർ സ്ക്വയറിലാണ് വരേണ്ടത്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, സെയിം യൂണിറ്റ്. അപ്പൊ ന്യൂട്ടൺ വരണമെങ്കിൽ 50 കിലോ ന്യൂട്ടൺ ആണ് ഇവിടെ തന്നെ 50 into 10⁻³ ന്യൂട്ടൺ ബൈ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ക്വസ്റ്റ്യൻ അകത്ത് തന്നിരിക്കും യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദിസ് മെറ്റീരിയൽ 200 കിലോ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. 200 കിലോ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ അത് ക്വസ്റ്റ്യൻ അകത്ത് തന്നിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 200 into 10⁻³ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. നമുക്ക് വേണമെങ്കിൽ യൂണിറ്റ് എഴുതിയാലും കുഴപ്പമില്ല, ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ അല്ലേ? ഇനി നമുക്ക് എന്താണ് L1 എന്ന് പറയുന്നത്, ഇതിന്റെ നീളം എന്ന് പറയുന്നത് 100 ആണ് ബൈ A1 ഏരിയ നമുക്ക് πr² എന്നാണ്. ഒരു സർക്കുലർ ഇതിന്റെ സെക്ഷൻ ക്രോസ് സെക്ഷൻ ഉള്ളതിന്റെ, അതായത് ഈ പേനയുടെ ഇത് സർക്കുലർ ക്രോസ് സെക്ഷനാണ്. ഇതിങ്ങനെ ഒരു പൈപ്പാണ് അല്ലെങ്കിൽ ഒരു റോഡാണ്. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ഡയമീറ്റർ അല്ലേ? ഡയമീറ്ററിന്റെ ടേംസിൽ പറയുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് ഇതുവരെ ഫെമിലിയർ ആയിട്ടുള്ള ഏരിയയുടെ ഇക്വേഷൻ, സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് π into r² എന്നാണ് അല്ലേ? അതിന് പകരം നമ്മൾ ഡയമീറ്ററിന്റെ ടേംസിലേക്ക് എപ്പോഴും എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പൊ π into r, റേഡിയസ് എന്ന് പറയുന്നതിനെ ഡയമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ പറയുക? ഡയമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡയമീറ്ററിന്റെ പകുതിയല്ലേ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആറിന് d/2 എന്ന് കൊടുക്കുന്നു. d/2 സ്ക്വയർ ഇങ്ങനെ എഴുതിയാലും ശരിയല്ലേ? πr² എന്നുള്ളതിന് പകരം π into d/2 സ്ക്വയർ എന്ന് എഴുതിയാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ വരുമ്പം ഏരിയ എങ്ങനെ വരും? πd² ബൈ, അതായത് ഇതിന്റെ സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ, πd²/4 എന്ന് വരും ഏരിയയുടെ ഇക്വേഷൻ. അപ്പൊ എപ്പോഴും ഇനി നിങ്ങൾ ആ ഒരു ഇതിലേക്ക് വേണം ഇക്വേഷൻ ചെയ്യാനായിട്ട്. കാരണം ഡയമീറ്ററിന്റെ ടേംസിലേക്ക് പോകണം ഏരിയ. πd²/4 അതെങ്ങനെയാ വന്നതെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് πd²/4 എഴുതാം. π into d, ആദ്യത്തെ d എന്ന് പറയുന്നത് 30 അല്ലേ? π into 30²/4. അടുത്തത് L2 എത്രയാണ്? 150. 150 π, ഇതിന്റെ ഡയമീറ്റർ 20²/4 പ്ലസ് അടുത്തത് 120 π into 40²/4. ഓക്കെ, ശരിയല്ലേ? ആണല്ലോ. അപ്പൊ നോക്കിയേ, ഇതിന്റെ എല്ലാം കൂടെ യൂണിറ്റും എല്ലാം ഇത് വരുമ്പം അപ്പൊ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നല്ലേ വന്നത് അല്ലേ? ഇത് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഇവിടെ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇൻ ടേംസ് ഓഫ് മില്ലിമീറ്റർ കിട്ടും. ഒരു ഇത്ര മില്ലിമീറ്റർ. അപ്പൊ ഇതിന്റെ ഓരോ അളവെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന അളവെന്ന് പറയുന്നത് 0.178 മില്ലിമീറ്റർ എന്നാണ് ആൻസർ വരേണ്ടത്. ഇനി നിങ്ങൾക്ക് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ എത്ര വരണമെന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഓരോന്നിന്റെയും ഇത് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.178 മില്ലിമീറ്റർ. നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇതിന്റെ തന്നെ ഇതേപോലെ തന്നെ വേറൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതായത് ചില ഫോഴ്സിന് ചില വ്യത്യാസങ്ങൾ വരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് മുമ്പ് പറഞ്ഞ 60 കുട്ടികളെയും ഞാൻ തന്നെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പലരിലും പല വ്യത്യാസമാണ് ഉണ്ടാകുന്നത് അല്ലേ? ഇപ്പം 60 കുട്ടികളെ പഠിപ്പിക്കാൻ കുറെ ടീച്ചേഴ്സ് വരുന്നു എന്ന് വിചാരിക്കുക.
അപ്പൊ ഇച്ചിരി കൂടെ കോംപ്ലിക്കേഷൻ ആവും അതിനകത്ത്. 60 കുട്ടികളെ ഒരേ വിഷയം ഒത്തിരി പേര് വന്ന് പഠിപ്പിക്കുക എന്ന് വെച്ചോ. അപ്പൊ ആ കോംപ്ലിക്കേഷൻ പോലെ തന്നെ നമുക്ക് ഇവിടെ വേറൊരു ഒരു മെറ്റീരിയല് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനാണ് വ്യത്യാസം. ഡയമീറ്റർ സെയിം ആണ്. ഇതിന്റെ ഈ പൈപ്പിന്റെ ഡയമീറ്റർ സെയിം ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എല്ലായിടത്തും ഇത് എ ആണ്, ഇത് എ ആണ്, ഇത് എ ആണ് അല്ലേ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഒരു 50 കിലോ ന്യൂട്ടൺ ഇങ്ങോട്ടുണ്ട് വലിവ് ബലം. ഓക്കെ, ഇവിടെ ഒരു 80 ഉണ്ട്. ദെൻ വീണ്ടും ഇങ്ങോട്ട് ഒരു 20 ഉണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ക്വസ്റ്റ്യനിലെ മുമ്പത്തേതിൽ നിന്നുള്ള വ്യത്യാസം. ഇവിടെ ഒരു 10 ഉണ്ട്. ഓക്കെ, തന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു സെക്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട്. കാരണം ഇതിന്റെ ഡയമീറ്റർ സെയിം ആയതുകൊണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ ഇങ്ങ് തന്നിരിക്കുകയാണ് ക്രോസ് സെക്ഷണൽ ഏരിയ 1000 മില്ലിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഓക്കെ, ലെങ്ത് തന്നിട്ടുണ്ട്. ഇത് 600 mm, ഇത് 1000 mm, ഇത് 600, 1000, ഇത് 1200. ഓക്കെ, ശരിയാണല്ലോ. അപ്പൊ നോക്കിയേ, ഇനിയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇപ്പൊ എല്ലാം വന്നു. ഇനി യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അത് വാല്യൂ തരാം. ഓക്കെ, അതിനുശേഷം നമ്മളിപ്പോ പ്രോബ്ലത്തിലേക്ക് പോവാണ്. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, പറയാമേ. അപ്പൊ നോക്കിയേ, അടുത്തതെന്ന് പറഞ്ഞാല് നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഡെൽറ്റ L1 കാണണം, ഡെൽറ്റ L2, ഡെൽറ്റ L3, PL/A എന്നുള്ളതിനകത്ത് കൊടുത്ത് നമ്മൾ പഴയ പോലെ ചെയ്യാൻ പോണം. പക്ഷേ ഇത് രണ്ടെങ്കിലും നമുക്കറിയാം ഈക്വൽ ഫോഴ്സ് ഇങ്ങനെ ഈക്വൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഈക്വൽ ഫോഴ്സ് കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ടെൻഷൻ ഇതുണ്ടാകുന്ന ഫോഴ്സസ് ആണ്. ഇപ്പൊ നമുക്കിത് കണ്ടിട്ട് എന്തോ നമുക്ക് ഇതുവരെ ഫെമിലിയർ അല്ലാത്ത ഒരു ഇതിലേക്ക് വന്നതുണ്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാം. നമ്മൾ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് എടുക്കുന്നു, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നു. അതായത് നമ്മൾ ഒരു പാർട്ടിനെ മാത്രം എടുക്കുന്നു, ഒരു പാർട്ടിനെ. അപ്പൊ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോഴും ടെൻസൈൽ ഫോഴ്സ് വരികയാണെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുന്നു. കാരണം നീളം കൂടുക ചെയ്യുന്നത്. അപ്പൊ നീളം കൂടുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ അതിനെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് അല്ലെ, പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അപ്പൊ ടെൻസൈൽ ഫോഴ്സ് ആണെങ്കിൽ കൺസിഡർ ചെയ്യുന്നത് പോസിറ്റീവായിട്ട്. ഇനി കംപ്രസീവ് ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യുന്നത് മൈനസ് ആയിട്ട്. കാരണം അത് ഷോർട്ടൻ ചെയ്യുക, നീളം കുറയുക ചെയ്യുന്നേ. അപ്പൊ അതെന്ന് പറയുന്നത് മൈനസ് ആയിട്ട് എടുക്കും. അതൊന്ന് ചിന്തിച്ചോണം. ഇനി നമുക്കിനിയും വേണ്ടിയത് നെറ്റ് ഫോഴ്സ്. ഒരു സെക്ഷൻ എടുക്കുമ്പം അതിനകത്ത് എന്ത് നെറ്റ് ഫോഴ്സ് വരുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു സെക്ഷനെ മാത്രം എടുക്കുന്നു. ഈ ഒരു സെക്ഷനെ മാത്രം ഇങ്ങോട്ട് എടുത്തു. അതിന്റെ നീളം 600 ആണ്. ഓക്കെ, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഓരോന്നിന്റെയും ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ ഇതിന്റെ 1000 അല്ലേ ആണല്ലോ. ഇത് 1000 ആണ്, ഇത് 1000 ആണ്, ഇത് 1000 ആണ്. മൊത്തത്തിൽ ഒറ്റ ഏരിയയേ ഉള്ളൂ ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പൊ ഈ 600 എടുത്തു. ഇവിടെ ഒരു വലിയ ബലം ഇങ്ങോട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ബോഡിയിൽ എന്തുമാത്രം നെറ്റ് ഫോഴ്സ് ഇവിടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടു. നെറ്റ് ഫോഴ്സ്. അപ്പം അങ്ങോട്ടുള്ള ഫോഴ്സും ഇങ്ങോട്ടുള്ള ഫോഴ്സും എല്ലാം കൂടെ ക്യാൻസൽ ആയി പോയിട്ട് ഇവിടെ എന്തോ ഫോഴ്സ് ഉണ്ട്, ഈ സർഫസിൽ എന്തോ ഫോഴ്സ് ഉണ്ടെന്നാ നോക്കണ്ടേ. അപ്പൊ നോക്കാൻ, ഈ ഒരു സർഫസിൽ ഒരു 80 അങ്ങോട്ട് പോകുന്നുണ്ട്, ഒരു 20ന്റെ തള്ളൽ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒരു 10ന്റെ തള്ളൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം 80 എന്ന് എടുത്തു കഴിഞ്ഞാല് 80 അങ്ങോട്ടുള്ളത് ഞാൻ മാറ്റി എഴുതി 80. ഇത് രണ്ടും ഇങ്ങോട്ടുള്ളതാ. അപ്പൊ ഒരു 80കാരൻ അങ്ങോട്ടും ഒരു 20ഉം 10ഉം കൂടി ഇങ്ങോട്ട് വരുമ്പം മൊത്തത്തിൽ ഏതാ മികച്ചു നിൽക്കുന്നേ? ഏതാ? അപ്പം 20, 20ഉം 10ഉം ഒരേ ഡയറക്ഷനിൽ ഇങ്ങോട്ട് വന്നു. 80 അങ്ങോട്ടും പോയി. അപ്പൊ എത്ര വന്നു? 80 മൈനസ് 20ഉം 10ഉം 30 അല്ലേ? 50 കിലോ ന്യൂട്ടൺ ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് 50 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഏത് സൈൻ കൊടുക്കുമെന്നറിയാവോ? വലിവ് ബലം ടെൻസൈൽ ആണ്.
പ്ലസ് സൈനാ കൊടുക്കുന്നത്. ഇവിടെയും ഇവിടെയും പ്ലസ് സൈൻ. നീളം കൂടാനുള്ള, ഇവിടെ കണ്ടാലേ അറിയത്തില്ലേ, ഈ രണ്ടിടത്തും വലിവാണ്, നീളം കൂടാനുള്ള ചാൻസ് ആണ്. അപ്പൊ പോസിറ്റീവായിട്ട് നമ്മൾ കൊടുത്തു. അപ്പൊ ഇനി നോക്കിയേ, അടുത്തത് ഇതിനെ കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡ്, ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്നാ പറയുക. ലോഡും ആ ബോഡിയും വെച്ച് മാത്രം വരയ്ക്കുന്ന ഡയഗ്രത്തിന് പറയുന്ന പേരാണ് ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പൊ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചപ്പോ ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഒരു 50ന്റെ വലിവ് ഇങ്ങോട്ടുണ്ട്, 50ന്റെ ഒരു ചെറിയ പോർഷൻ ഇവിടെ വരുന്നില്ലേ, ഒരു 50ന്റെ വലിവ് ഇങ്ങോട്ട് വരുന്നു, ഒരു 80 അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ നോക്കിയേ, 50 ഇങ്ങോട്ടാണ്, വലത്തോട്ട് എത്രയാണ്? 80 ആണ് അല്ലേ? അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്ന 30 എന്നല്ലേ, സോറി ഇത് ഇങ്ങോട്ട് പിന്നെ നെറ്റല്ലേ വേണ്ടിയത്, ഇടത്തോട്ട് 50 വലത്തോട്ട് 80, ഇടത്തോട്ട് 50 വലത്തോട്ട് 80, രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് ഒരു 30 വരും അല്ലേ? 30 എന്ന് പറയുന്നത് നോക്കി, ആരോ എങ്ങോട്ടാ കൊടുത്തിരിക്കുന്നേ? കംപ്രഷൻ ആണ്. അപ്പൊ അതിനെ മൈനസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇതെങ്ങനെയോ കിട്ടിക്കോട്ടെ, -50 + 80 എന്ന് പറഞ്ഞപ്പോ നമുക്ക് 30 കിട്ടി വാല്യൂ, +30 കിട്ടിയത്. പക്ഷെ ഇവിടുത്തെ ആരോ ഹെഡ് നോക്കിയേ, ഇത് കോൺട്രാക്ഷൻ ആണ്, കംപ്രസ് ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് മൈനസ് എന്നാണ് അതിനെ എടുക്കുന്നത്. ഇനി ഇതിനകത്ത് ഇപ്പുറത്ത് എന്ത് ഫോഴ്സാ വരുന്നത്? ഒരു 20 ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു 20 ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു, അതുപോലെ ഒരു 10ഉം ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ രണ്ടും ഒരേ ഇതായതുകൊണ്ട് ആഡ് ചെയ്ത് പോയിട്ട് 30 വന്നു. ഇവിടെ ആരോ ഹെഡ് എങ്ങനെയാ വന്നിരിക്കുന്നത്? ഇങ്ങനെ ആരോ ഹെഡ് വന്നിരിക്കുന്നത്, ടേക്കൺ ആസ് കംപ്രസീവ് ഫോഴ്സ്. അപ്പൊ അവിടെ -30 ആയിട്ട് നമ്മൾ എടുക്കുന്നു. തേർഡ് എന്ന് പറയുന്നത്, ഇതിന്റെ നീളം 1000 ആണ്, ഇതിന്റെ നീളം 1200 ആണ്. ഇവിടെ വരുന്ന ലോഡ് നമുക്ക് ഇത് ഡയറക്റ്റ് അങ്ങ് എഴുതാം, 10 ആണ്. 10 എന്ന് പറയുന്നത് ഇങ്ങോട്ട് അടുപ്പിച്ചായതുകൊണ്ട് അത് മൈനസ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടുത്തെ എങ്ങനെ വരും? 50ഉം 20ഉം ഒരേ ഡയറക്ഷനിലുള്ളതാ, ഇങ്ങോട്ടാണ്. 80 മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോന്നേ അല്ലേ? 50ഉം 20ഉം ഇങ്ങോട്ട് ഒരേ ഡയറക്ഷനിൽ വരുന്നതാ, അങ്ങോട്ടുള്ളത് 80 മാത്രമേ ഉള്ളൂ. 50ഉം 20ഉം 70, 70 - 80 ഒരു 10 കിലോ ന്യൂട്ടണേ വരുന്നുള്ളൂ ഇവിടെ. അപ്പൊ ഇവിടെയും വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 10 ആണ്. അത് ഇങ്ങനെയുള്ള ആരോ ആയതുകൊണ്ട് മൈനസ് സൈൻ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഏതാണ്ട് ഒരു ബോഡിയിലുള്ള ഫോഴ്സിന്റെ എല്ലാ ഫോഴ്സിനെ കുറിച്ചും ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഡെൽറ്റ എൽ എങ്ങനെ എഴുതാം? ഇവിടുത്തെ ഡെൽറ്റ L1 എങ്ങനെ എഴുതാൻ പറ്റുക? പറഞ്ഞേ. P L1/A1 E1. A1 എന്ന് എഴുതേണ്ട കാര്യമുണ്ടോ? കാരണം A1 എന്ന് എഴുതേണ്ട കാര്യമില്ല, P1 ഉണ്ട് ഇവിടെ. P വ്യത്യാസമാണ് ഓരോരുത്തടത്തും. അപ്പൊ P നമുക്ക് എഴുതേണ്ടി വന്നു, P1 എന്ന് എഴുതേണ്ടി വന്നു. ഓക്കെ, L1 എന്ന് പറയുന്നത് L1 600 ആണ്. A1 നമുക്ക് വേണ്ട, കാരണം എന്ന് മതി, യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് 1000. E1 വേണ്ട, എന്ന് മതി, കാരണം ഒരേ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് P1 L1. അപ്പൊ P1 എന്ന് പറയുന്നത് ഏതെടുക്കും? 50 ഇൻറ്റു L1 എന്ന് പറയുന്നത് 600, 50 ഇൻറ്റു 600 ബൈ 1000 എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു 100 Nm², ആണ്. 100 kN/mm² ആണ് എന്ത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 100 × 10⁻³ നോക്കുക, തന്നിരിക്കുന്ന വാല്യൂ ഇൻറ്റു kN/mm² ആണെങ്കിൽ പിന്നെ ഇൻറ്റു 10⁻³ കൊടുക്കുക. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പൊ കുറച്ച് മുമ്പത്തെ പ്രോബ്ലത്തില് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി തന്നത് 200 kN/mm. ഓക്കെ, 100 E is equal to 100 kN/mm² ആണ് ക്വസ്റ്റ്യനിൽ. അതുകൂടെ അങ്ങ് എഴുതി വെക്കുക. അപ്പൊ നമുക്ക് E 100 × 10⁻³ എന്ന് നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് ഇതിന്റെ സൈൻ എന്ത് കൊടുക്കാം? ഇവിടെ ടെൻസൈൽ ആയതുകൊണ്ട് ഇതിന്റെ സൈൻ പ്ലസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ആ പ്ലസ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് +0.001
0.30 mm എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ ഡെൽറ്റ L1. ഇനി ഡെൽറ്റ L2 കാണാനുള്ള ഇക്വേഷൻ വീണ്ടും P2 L2 by AE. P2 എന്ന് പറയുന്നത് ഏതാ എടുക്കുക? P2 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 30 ആണ്. നെറ്റ് ഫോഴ്സ് അതിൽ മാത്രം ആക്റ്റീവ് ചെയ്ത് വരുന്ന നെറ്റ് ഫോഴ്സ് 30 ആണ്. 30 അല്ലേ കിലോ ന്യൂട്ടൺ ആണ്. അപ്പൊ 50 × 10⁻³ ഉണ്ട് കേട്ടോ. 50 × 10⁻³ കിലോ ന്യൂട്ടൺ ആണ്. അപ്പൊ 50 × 10⁻³ into 600 mm by 1000 millimeter square into 100 × 10⁻³ Newton per millimeter square. ഓക്കെ, അപ്പൊ നോക്കിയേ P2 എന്ന് പറയുന്നത് 30 × 10⁻³ അല്ലേ കിലോ ന്യൂട്ടൺ, അതിനെ ന്യൂട്ടണിലാക്കി ഇൻറ്റു L2 എത്രയാണ് രണ്ടാമത്തെ 1000 ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് 1000 millimeter square ഇൻറ്റു E എന്ന് പറയുന്നത് 100 × 10⁻³ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൈൻ ഇവിടെ ഉണ്ട്. ഇത് എന്താണ് ഇത് കംപ്രസീവ് ഫോഴ്സ് അല്ലേ? അപ്പൊ ഇതിനകത്ത് ഒരു കോൺട്രാക്ഷൻ ആണ് ഉണ്ടാകുന്നത്. അപ്പൊ മൈനസ് ഇതിനകത്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ -0.30 mm എന്ന് വരും. മൈനസ് വരും. അതെന്ന് പറയുന്നത് കോൺട്രാക്ഷൻ ആണ്. ഇതെന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ആണ്. എക്സ്റ്റൻഷൻ ഇങ്ങനെ എഴുതി വെക്കാൻ വേണമെങ്കിൽ. ഇനി ഡെൽറ്റ L3 എങ്ങനെയാ കാണുക? P3 L3 by AE. P3 എന്ന് പറയുന്നത് നമ്മളിവിടെ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചു 10 × 10⁻³ അല്ലേ ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 1200 ബൈ ഏരിയ എന്ന് പറയുന്നത് 1000 ഇൻറ്റു എന്താണ് E എന്ന് പറയുന്നത് 100 × 10⁻³. അതെങ്ങനെയാണ് ഏത് സൈനാ വരുന്നത്? ഇത് അങ്ങോട്ടും കംപ്രസീവ് ഫോഴ്സ് ആകുമ്പോൾ ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -0.12 mm എന്നാണ്. അതും അപ്പം കോൺട്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ +3.30 എന്ന് വന്നു, ഇവിടെ -0.30 എന്ന് വന്നു, -0.12. അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാല് മൊത്തത്തിലുള്ള ഡെൽറ്റ L1 ആണ് നമുക്ക് വേണ്ടിയത്. മൊത്തത്തിലുള്ള ഡെൽറ്റ L എന്ന് പറയുന്നത് ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 പ്ലസ് ഡെൽറ്റ L3 എന്ന് വരും. അപ്പൊ ഡെൽറ്റ L1 എത്രയാണ്? +0.30. ഡെൽറ്റ L2 എന്ന് പറയുന്നത് -0.30. ഡെൽറ്റ L3 എന്ന് പറയുന്നത് -0.12 എന്ന് വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ -0.12 മില്ലിമീറ്റർ. -0.12 മില്ലിമീറ്റർ. മൈനസ് ആവുമ്പോൾ അതിന് മൊത്തത്തിൽ ഒരു ഷോർട്ടനിങ് ഓഫ് ലെങ്ത് ഉണ്ടാകുക, കോൺട്രാക്ഷൻ ആണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളിപ്പോ രണ്ട് തരത്തിലുള്ള പ്രോബ്ലം ചെയ്തു. അതായത് ഒരേ ഫോഴ്സ് കൊടുത്തോണ്ട് വേരിയിങ് ക്രോസ് സെക്ഷനിലും ചെയ്തു, ഫോഴ്സ് പലത് വന്നോണ്ട് ഒരേ ക്രോസ് സെക്ഷനിലും ചെയ്തു. ഇനിയും വേണമെങ്കിൽ വേറെ രീതിയിലും പല ഫോഴ്സ് പല ഡയമീറ്ററിൽ കൊടുക്കാം. ഈ രണ്ട് പ്രോബ്ലം സാമ്പിൾ ആയിട്ട് തന്നിരിക്കുകയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുക, ചെയ്തു നോക്കുക. ഓക്കെ, അപ്പം അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻസൈൽ ടെസ്റ്റ് ഒരു മൈൽഡ് സ്റ്റീൽ ബാറിനെ നമ്മൾ വലിച്ചിട്ട് ഇത് എഴുതേണ്ടിയിരുന്നു. സ്ട്രെസ് ഈസ് ഈക്വൽ ടു, ഇത് തുടക്കരുതെന്ന് വിചാരിച്ച, സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ സ്ട്രെസ് സ്മോൾ f ഈസ് ഈക്വൽ ടു P by A. ഡെൽറ്റ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. E ഈസ് ഈക്വൽ ടു ഡെൽറ്റ L by L. രണ്ടാമത്തത്. then F by E is equal to E. ബാക്കിയെല്ലാം അവിടെ ഉണ്ട്. എപ്പോഴും നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇനി നമുക്ക് പറയാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ടെൻസൈൽ ഒരു മൈൽഡ് സ്റ്റീൽ സ്പെസിമെനെ രണ്ട് എൻഡിൽ നിന്നും വലിക്കുക.
ഈ രണ്ട് എൻഡിൽ നിന്നും ലോഡ് കൊടുത്ത് ലോഡ് ഇങ്ങനെ കൊടുത്തോണ്ട് രണ്ട് എൻഡിൽ നിന്നും ഇങ്ങനെ വലിച്ചുകൊണ്ടിരുന്നപ്പം അതിനകത്ത് നീള വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അല്ലേ? എന്നിട്ട് ഇങ്ങനെ നീളം കൂടി വന്ന് എന്ത് പറ്റും? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ഏരിയ ഇങ്ങനെ കുറഞ്ഞൊരു നെക്ക് പോലെ ആയിട്ട് ആ നെക്ക് ആവുന്നിടം വെച്ചത് ലോഡ് കൊടുത്താൽ പൊട്ടും അല്ലേ? നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മളൊരു കർവ് ഒക്കെ വരച്ചായിരുന്നു. ദണ്ട് ഇങ്ങനെ ഒരു കർവ് വന്നിട്ട് ദണ്ട് ഇങ്ങനെ വന്ന് ബ്രേക്ക് ആയി പോകുന്ന ഒരു കർവാ വരച്ചത്. ഇത് ഇലോങ്ങേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇലോങ്ങേഷൻ അതായത് സ്ട്രെയിൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് സ്ട്രെസ് ആണ് കൊടുക്കുന്നത്. അതായത് ലോഡാണ് ഇതേലോട്ട് പോകുന്നത്. ലോഡ് സ്ട്രെസ് വരണമെങ്കിൽ ലോഡ് കൊടുത്തെങ്കിലല്ലേ ഉള്ളൂ. അപ്പൊ ലോഡാണ് അതേലോട്ട് കൊടുക്കുന്നത്. ലോഡ് അപ്പൊ സ്ട്രെസ് ആണ് ഇതിൽ പ്ലോട്ട് ചെയ്യുന്നത്. ഇതിൽ ഇലോങ്ങേഷൻ ആണ്. ഞാനിത് ഒരു ഫീഡ്ബാക്ക് വരികയാണ്. ഇത് പ്രോബ്ലത്തിലേക്ക് കയറുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഇരുന്ന് കാണാൻ പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞേച്ച് ആ പ്രോബ്ലത്തിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഒരു പർട്ടിക്കുലർ റീജിയൻ വരെ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ റീജിയനിൽ ഇവിടുത്തെ ഏത് സ്ട്രെസ് എടുത്ത് അതിന്റെ കറസ്പോണ്ടിങ് ഈ വാല്യൂ ഈ രണ്ടെണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു ടേം കിട്ടും. അത് ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് ഈ സ്ട്രെസ് കൊണ്ട് ഈ സ്ട്രെയിനെ ഡിവൈഡ് ചെയ്താലും ആ തന്നെയാണ് കിട്ടുന്നത്. കാരണം ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ആ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പ്രൊപ്പോർഷണാലിറ്റി ആണ്. അവിടാണ് ഈ പോയിന്റ് വരെ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. അത്രയും വരെ ഇലാസ്റ്റിക് ലിമിറ്റിൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് സ്ട്രെസ് എടുത്താലും അതിന്റെ കറസ്പോണ്ടിങ് സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ കിട്ടുന്ന വാല്യൂ ഈ സ്ട്രെസ് കൊണ്ട് ഇവിടെ കിട്ടുന്ന സ്ട്രെയിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എല്ലാം ഒരേ വാല്യൂ ആണ്, കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ആ കോൺസ്റ്റന്റിന് പറയുന്ന പേരാണ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഈൽഡ് പോയിന്റ് എന്ന് പറയും. ഒന്നുകൂടെ പറയുക, ഞാൻ പറഞ്ഞതാണിത്. ഈൽഡ് പോയിന്റ് അതായത് ഞാൻ ഒരു മെറ്റീരിയൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദാഹരണം പറഞ്ഞത്, ഞാനൊരു മെറ്റീരിയലിനെ ഇങ്ങനെ വലിക്കുക. അതായത് ഒരു കുട്ടിയെ ഞാൻ ഉപദേശിക്കുക അല്ലെ, ആ ഉപദേശിച്ചപ്പോൾ ആ കുട്ടി നന്നായി വന്നു. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ. ഞാൻ കൊടുക്കുന്ന ഉപദേശത്തിനനുസരിച്ച് ആ കുട്ടി നന്നായി വന്നു. പിന്നെ ഞാൻ ഉപദേശം കുറച്ചൊന്ന് നിർത്തിയാലും ആ കുട്ടി അങ്ങനെ നന്നായിക്കൊണ്ടിരിക്കും. പക്ഷെ വീണ്ടും ഞാൻ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ബോറടിച്ച് കുട്ടി ആകെ ബ്രേക്ക് ആയി പോകും. ഓക്കെ, അപ്പോഴാണ് അതിനെടുക്കാൻ പറ്റുന്ന മാക്സിമം ഉപദേശം ഉണ്ട്. അതായത് മാക്സിമം ലോഡാണിത്. മാക്സിമം ലോഡ് ഈ ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉപദേശം, അതായത് ഈൽഡ് പോയിന്റിലെ ഉപദേശം കാണണമെങ്കിൽ ഈൽഡ് പോയിന്റ് സ്ട്രെസ് ഉണ്ട്. ഇവിടെ ഈൽഡ് പോയിന്റ് സ്ട്രെസ് ഉണ്ട്, ഇവിടെ കറസ്പോണ്ടിങ്. ഇവിടെ എന്ന് പറയുന്നത് മാക്സിമം ആണ്, ഇത് ബ്രേക്കിംഗ് ആണ്. ഇത്രയും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നുണ്ട്. ഫോളോയിങ് ആർ ദ റിസൾട്ട്. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങളൊന്ന് എഴുതുക. ഫോളോയിങ് ആർ ദ റിസൾട്ട്സ് ഒബ്റ്റൈൻഡ് ഫ്രം എ ടെൻസൈൽ ടെസ്റ്റ് അല്ലെ, ടെൻസൈൽ ടെസ്റ്റ് ഓൺ മൈൽഡ് സ്റ്റീൽ സ്പെസിമെൻ. ഒരു മൈൽഡ് സ്റ്റീൽ സ്പെസിമെനെ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ റീഡിങ്സ് ആണ് എഴുതുന്നത്. അതിന്റെ ആദ്യത്തെ, അത് ചെയ്യുന്നതിന് മുമ്പ്, ടെസ്റ്റ് ചെയ്യാൻ മെഷീനിൽ വെക്കുന്നതിന് മുമ്പ് അതിന്റെ ഡയമീറ്റർ മെഷർ ചെയ്തായിരുന്നു. ഡയമീറ്റർ 40 mm. ഇനീഷ്യലി അതിന് പിന്നെ ചെയ്യുന്നതിന് മുമ്പ്, ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വെയിറ്റ് എടുക്കുമെന്ന് പറയുന്ന പോലെ നമുക്ക് ആദ്യം അതിനെ വെക്കുന്നതിന് മുമ്പ് അതിന്റെ ഡയമീറ്റർ മെഷർ ചെയ്തായിരുന്നു. ദാറ്റ് ഈസ് 40 mm. അതിന്റെ ഗേജ് ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങളിപ്പം ഒറിജിനൽ ലെങ്ത് ആയിട്ട് എടുക്കുക. ഒറിജിനൽ ഗേജ് ലെങ്ത് എന്ന് പറയുന്ന ഒരു വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പ്രാക്ടിക്കൽ ചെയ്യുമ്പം ഗേജ് ലെങ്ത് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ 5.65 √A എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാലുള്ളത് നമുക്ക് അതിനനുസരിച്ച് നമ്മൾ സെന്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ ഗേജ് ലെങ്ത് മാർക്ക് ചെയ്യും. ആ മാർക്ക് ചെയ്യുന്നത് അതിനകത്തായിരിക്കണം ഈ നെക്ക് ഫോം ചെയ്ത് പൊട്ടുന്നത്. അപ്പൊ നമുക്കിപ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഗേജ് ലെങ്തിനെ നമ്മൾ ഒറിജിനൽ ലെങ്ത് ആയിട്ട് എടുക്കുന്നു, 200 mm. ഇനി ഒരു എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്. എക്സ്റ്റൻഷൻ എവിടുത്തെയാണെന്നറിയാവോ? എക്സ്റ്റൻഷൻ അറ്റ് എ ലോഡ് ഓഫ് 42.5 kN. ഈ 42.5 kN ഫോഴ്സ് കൊടുത്തപ്പോൾ ഉണ്ടാകുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 333 × 10⁻⁻⁴ mm എന്നാണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ്. നമ്മളൊരു ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് 42.5 kN പിന്നെ ലോഡ് കൊടുത്തപ്പോൾ ഉണ്ടായിരിക്കുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്നു 333 × 10⁻⁴ mm. ഇനി
ലോഡ് അറ്റ് ഈൽഡ് പോയിന്റ്, ലോഡ് അറ്റ് ഈൽഡ് പോയിന്റ്, ഈൽഡ് പോയിന്റിൽ കൊടുത്തിരിക്കുന്ന ലോഡ് എന്ന് പറയുന്നത് 162.1 കിലോ ന്യൂട്ടൺ. ഇനി മാക്സിമം എന്ന് പറയുന്ന ഒരു ലോഡ് കൊടുത്തു, പൊട്ടുന്നതിന് തൊട്ട് മുമ്പ് അതിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം ലോഡ് 252 കിലോ ന്യൂട്ടൺ ഉണ്ട്. ലെങ്ത് ഓഫ് ദി സ്പെസിമെൻ, നമുക്ക് ആദ്യം ഒരു ലെങ്ത് ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ പറയുന്ന ഒരു ലെങ്ത് ഓഫ് ദി സ്പെസിമെൻ അറ്റ് ഫ്രാക്ചർ, അതായത് നീളം കൂടി 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 വന്നിട്ടാണ് ഇത് പൊട്ടുന്നത്. 250 mm. ഒറിജിനലി ഇതിന്റെ നീളം 200 mm ആയിരുന്നു. വലിവ് ബലം കൊടുത്തു കൊടുത്ത് ഇങ്ങനെ വലിഞ്ഞ് 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 വന്നിട്ട് ഇത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ 2 പീസ് കൂടെ ചേർത്ത് വെച്ചൊന്ന് മെഷർ ചെയ്യും എത്ര ഉണ്ടായിരുന്നു പൊട്ടിയപ്പോൾ അതിന്റെ നീളം എന്ന്. അതാണ് ലെങ്ത് ഓഫ് ദി സ്പെസിമെൻ അറ്റ് ഫ്രാക്ചർ ഈസ് ഈക്വൽ ടു 250 mm. Then diameter of neck, diameter, അപ്പൊ നമുക്ക് ആദ്യം ഒരു ഡയമീറ്റർ ഉണ്ടായിരുന്നു. റിഡക്ഷൻ ഇൻ ഏരിയ എവിടെ വന്നിരിക്കുന്നത്, നെക്ക് ഫോം ചെയ്യുന്നിടം, ബ്രേക്ക് ചെയ്യുന്നിടം. അപ്പൊ അവിടുത്തെ ഡയമീറ്റർ, നെക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട് 35.5 കിലോ ന്യൂട്ടൺ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി ഏത് ലെറ്റർ ആണ്? ഇ. ഞാൻ കണ്ടുപിടിക്കേണ്ട ഓരോന്ന് അന്നേരം എഴുതുന്നുള്ളൂ, ഡേറ്റാസ് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ക്യാപിറ്റൽ ഇ. ഈ ഇക്വേഷൻ ഇത്രേ എഴുതിയതിനകത്തുനിന്ന് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കാണാനുള്ള ഇക്വേഷൻ എവിടെ കിടക്കുന്നു എന്നൊന്ന് ആലോചിച്ചേ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഇ അല്ലേ? അപ്പൊ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ strain is equal to small f by e അല്ലേ? സംശയം ഉണ്ടോ? അതെ എഴുതിയിട്ടിരിക്കുക, നമ്മൾ നേരത്തെ എഴുതിയിട്ടതാ. അപ്പൊ നോക്കിയേ, ഈ സ്മോൾ എഫ് എന്താണ്? സ്ട്രെസ് കാണാൻ എങ്ങനെയാ പറ്റുക? സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്താണ്? എഫ് കാണാനുള്ള ഇക്വേഷൻ, സ്ട്രെസ് എഫ് കാണാനുള്ള ഇക്വേഷൻ P by A. P by A. ഓക്കെയാണ്. അപ്പൊ നോക്കിയേ, സ്ട്രെസ് എത്രയാണ് കണ്ടുപിടിച്ചെങ്കിലല്ലേ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ കാണാനായിട്ട്. സ്ട്രെയിൻ എത്രയാണ് കണ്ടുപിടിച്ചെങ്കിലല്ലേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം സ്ട്രെസും സ്ട്രെയിനും കണ്ടുപിടിക്കാം. സ്ട്രെസ് എന്ന് പറയുന്നത് സ്മോൾ ഓഫ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ P by A അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ളതാണ് സ്ട്രെസ്. അതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ഈ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഈ കർവ് വളയുന്നതിന് തൊട്ട് മുമ്പ് ഏത് ലോഡ് എടുത്താലും ഈ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ടുള്ളത് വെച്ചാൽ നമുക്ക് ഈ കാണാൻ പറ്റൂല, കാരണം അവിടെ വരെയേ ഉള്ളൂ സ്ട്രെസ് ഡിവൈഡ് ചെയ്താൽ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് വാല്യൂ കിട്ടുന്നത്. അപ്പൊ നോക്കിയേ, നമുക്ക് ഈൽഡ് പോയിന്റിലെ ലോഡ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 162.1 കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു ലോഡ് കണ്ടിട്ടുണ്ട് 42.5 കിലോ ന്യൂട്ടൺ. അവിടുത്തെ ഒരു എക്സ്റ്റൻഷനും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനൊക്കെ മുമ്പുള്ളതാണെന്ന് നമ്മൾ വിചാരിക്കുന്നു ഈ ലോഡ്. അപ്പൊ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്ന ലോഡ് എന്ന് പറയുന്നത് ഈ ലോഡാണ്. 42.5 കിലോ ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. ഇനി ഈ ഏരിയ എന്താണ്? ഒറിജിനൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഒറിജിനൽ ഏരിയ ആണ് നമുക്ക് ഇവിടെ വേണ്ടിയത്. അതായത് സ്പെസിമെൻ ആദ്യം എടുക്കുമ്പോൾ നമുക്ക് ഈ പൊട്ടുന്നതിന് തൊട്ട് മുമ്പ് ഏത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വന്നാലും അതെല്ലാം ഒറിജിനൽ ഏരിയ ആണ്. ആ പൊട്ടുന്നിടത്ത് മാത്രമേ ഉള്ളൂ നെക്ക് ഫോം ചെയ്യുന്ന റിഡക്ഷൻ ഉണ്ടായിരിക്കുന്നത് ഏരിയയ്ക്ക്. അപ്പൊ ആ പൊട്ടുന്നിടം വെച്ച് ഉള്ളത് മാത്രമേ ഉള്ളൂ ഏരിയ വ്യത്യാസം. അതുവരെ ആദ്യത്തെ ഏരിയ തന്നെയാണ് എടുക്കുന്നത്. പൈ ഇൻറ്റു ഞാൻ നേരത്തെ പറഞ്ഞ πd²/4. ഏതാണ് d? പൈ ഇൻറ്റു 40²/4. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ട്രെസ് കിട്ടും. ഇത്ര ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിന് നമുക്ക് സ്ട്രെസ് കിട്ടും. അപ്പൊ നമുക്ക് ഇനി സ്ട്രെയിൻ അല്ലേ വേണ്ടി, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കലാപരിപാടി ചെയ്തത്. ഇനിയും സ്ട്രെയിൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ΔL/L, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലേ വേണ്ടേ? E ഈസ് ഈക്വൽ ടു ΔL/L.
ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ എത്രയാണ്? 42.5 കിലോ ന്യൂട്ടനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ 42.5 ഉണ്ടായിരിക്കുന്ന ഡെൽറ്റ എൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നീളം കൂടുതൽ, ലെങ്ത് എന്നല്ലോ പറഞ്ഞിരിക്കുന്നത്, എക്സ്റ്റൻഷൻ. കുറച്ചു മുമ്പത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞു കോൺട്രാക്ഷൻ, എക്സ്റ്റൻഷൻ ഓർ കോൺട്രാക്ഷൻ, അതാണ് ചേഞ്ച് ഇൻ ലെങ്ത്. അപ്പം നമുക്ക് എത്ര എടുക്കാം? ഡെൽറ്റ എൽ 333 into 10⁻⁻⁴ divided by L original length, that is 200 mm. ഇതും mm ആണ്, ഇതും mm ആണ്. അപ്പൊ നമുക്ക് സ്ട്രെയിൻ കിട്ടി. ഓക്കെ, ആ സ്ട്രെസ്സും സ്ട്രെയിനും കിട്ടിയെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ട്രെസ്സും സ്ട്രെയിനും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് ഈ കിട്ടുന്ന യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇവിടെ വാല്യൂ, ഇതിന്റെ വാല്യൂ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് ഈ മോളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് താഴെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 2.03 into 10⁻⁶ ന്യൂട്ടൺ പെർ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, മില്ലിമീറ്റർ സ്ക്വയർ. എഫിന്റെ വാല്യൂ, എഫ് ആണ് ഇത് കണ്ടുപിടി, പി ബൈ എ, എഫിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സ്ട്രെയിന് ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 2.03 into 10⁻⁶ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വേണ്ടിയത് ഒന്നാമത്തെ നമ്മൾ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിച്ചു. രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രെസ് അറ്റ് ഈൽഡ് പോയിന്റ് എന്നാണ്. സ്ട്രെസ് അറ്റ് ഈൽഡ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈൽഡ് പോയിന്റ് സ്ട്രെസ്. നമുക്ക് സാധാരണ സ്ട്രെസ് അറിയാം അല്ലേ, നമുക്ക് എപ്പോഴും സ്ട്രെസ് എന്ന് പറയും. അപ്പൊ സാധാരണ സ്ട്രെസ് നമുക്ക് അറിയാം, ഫോഴ്സ് ബൈ ഏരിയ, സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ കൊണ്ട് ചോദിച്ചിരിക്കുന്നു ഈൽഡ് പോയിന്റ് സ്ട്രെസ് എന്താണ്. അപ്പൊ ഈൽഡ് പോയിന്റ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞ പരീക്ഷയ്ക്ക് ഉള്ള സ്ട്രെസ് എന്ന് പറയുന്നത് പരീക്ഷ സ്ട്രെസ്, ഒരാൾ മരണപ്പെട്ടാൽ ഉണ്ടാകുന്ന സ്ട്രെസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്, രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ ആ പേരിട്ട് പറയും, പരീക്ഷയുടെ സ്ട്രെസ്, ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രെസ് ആ പേരിട്ട് പറയും എന്ന് പറയുന്ന പോലെ ഈൽഡ് പോയിന്റ് സ്ട്രെസ് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. ഈൽഡ് പോയിന്റ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ്, സ്ട്രെസ്സിന് ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, അപ്പൊ ആ ഫോഴ്സ് ബൈ ഏരിയക്ക് ഞാൻ എങ്ങനെ കൊടുക്കുമെന്നറിയാമോ? ചുമ്മാ ഫോഴ്സ് ഒന്നും കൊടുക്കത്തില്ല. ഫോഴ്സ് തന്നെയല്ലേ ലോഡ്, ഒരു ലോഡ് കൊടുക്കുന്നതിനല്ലേ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫോഴ്സ് അറ്റ് ഈൽഡ് പോയിന്റ് എന്ന് മാറ്റി, അതിനകത്ത് ഈ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ബൈ ഏരിയ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈൽഡ് പോയിന്റ് സ്ട്രെസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇടതുവശത്ത് ഒരു ഈൽഡ് പോയിന്റ് കൂടെ വന്നു, അതുകൊണ്ട് നമ്മൾ വലതുവശത്തോട്ട് ഫോഴ്സോ അല്ലെങ്കിൽ ലോഡ് അറ്റ് ഈൽഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ, ഞാൻ പറഞ്ഞ പൊട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള എന്ത് ഇതിനും ഒറിജിനൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ ഈൽഡ് പോയിന്റ് സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കും? ഫോഴ്സ് എത്ര ആണെന്ന് നോക്കി, ഇവിടെ എവിടെയെങ്കിലും തന്നിട്ട് അതാണ് ലോഡ് അറ്റ് ഈൽഡ് പോയിന്റ് 162.1 കിലോ ന്യൂട്ടൺ. അപ്പൊ 162.1 into 10⁻³ ന്യൂട്ടൺ ആണ് ഈൽഡ് പോയിന്റിലെ ലോഡ്, ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പൈ ഇൻറ്റു 40 സ്ക്വയർഡ് ബൈ 4. ഇത് ചെയ്യുമ്പം ഈൽഡ് പോയിന്റ് സ്ട്രെസ് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു, കാൽക്കുലേറ്റ് ചെയ്യുക, 129 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈൽഡ് പോയിന്റ് കഴിഞ്ഞു. ആദ്യം യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞപ്പോൾ ഈൽഡ് പോയിന്റ് ആയി. മൂന്നാമത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അൾട്ടിമേറ്റ് സ്ട്രെസ്. ഓക്കെ, ഈ അൾട്ടിമേറ്റ് സ്ട്രെസ്സും ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ് ഉള്ളതുകൊണ്ട് അൾട്ടിമേറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നോക്കാം, അൾട്ടിമേറ്റ് സ്ട്രെസ് കാണാൻ അൾട്ടിമേറ്റ് ലോഡ്, അൾട്ടിമേറ്റ് മാക്സിമം, അൾട്ടിമേറ്റ് ആണ് മാക്സിമം. ഇത് ഈ മാക്സിമം ലോഡിനാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് ലോഡ് തന്നിട്ടുണ്ട് 252 കിലോ ന്യൂട്ടൺ, 252 into 10⁻³ divided by original area of cross section pi into
40 squared by 4. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 200 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള പ്രോബ്ലം ആണ് കേട്ടോ. അപ്പൊ 200 മില്ലിമീറ്റർ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഇനി അടുത്തത് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യം. വർക്കിംഗ് സ്ട്രെസ് ആണ്. നമുക്ക് ഇതുമായിട്ടൊന്നും റിലേറ്റഡ് അല്ല. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയും. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പൊ ഇവിടെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്, ഞാൻ എഴുതിയില്ല. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 3 ആണ്. ഇത്രയും ക്വസ്റ്റ്യന്റെ പാർട്ടാണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്, ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്. അപ്പൊ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നാണ്. അപ്പൊ നമുക്ക് വർക്കിംഗ് സ്ട്രെസ് കാണാനായിട്ട് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച അൾട്ടിമേറ്റ് സ്ട്രെസ് എത്രയായിരുന്നു? 200 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 3. ഇനി ഒരു കാര്യം പറയാം, നമുക്ക് എപ്പോഴും നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞത് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഡെഫിനിഷൻ ആണ് വർക്കിംഗ് സ്ട്രെസ് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി കാണാനുള്ള ഈക്വേഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ് എന്നാണ്. അതിനകത്തുനിന്നാണ് നമ്മൾ വർക്കിംഗ് സ്ട്രെസ് ഇങ്ങ് കൊണ്ടിട്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി താഴെ വന്ന് നമ്മൾ ഈ ഈക്വേഷനിലേക്ക് പോയത്. ഇനി നമുക്ക് എപ്പോഴും ഇങ്ങനെയാണ് ഇക്വേഷൻ പറയുന്നതെങ്കിൽ പോലും നമുക്ക് പിന്നെ മൈൽഡ് സ്റ്റീലിന്റെ കേസിൽ മൈൽഡ് സ്റ്റീൽ എന്ന് വെച്ചാൽ ഡക്റ്റൈൽ മെറ്റീരിയലിന് എപ്പോഴും വർക്കിംഗ് സ്ട്രെസ് കാണാനായിട്ട് ഈ അൾട്ടിമേറ്റ് എടുക്കാറില്ല. ഈൽഡ് സ്ട്രെസ് ആണ് എടുക്കാറുള്ളത്. ഇപ്പൊ ഇങ്ങനെ എടുത്താലും തെറ്റെന്നല്ല പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈൽഡ് സ്ട്രെസ് ആണ് എടുക്കാറുള്ളത്. ബ്രിട്ടിൽ മെറ്റീരിയലിനാണ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. എനിവേ നമുക്കിപ്പോ 2 രീതിയിൽ ചെയ്താൽ, ഇപ്പം അൾട്ടിമേറ്റ് സ്ട്രെസ് എടുത്താൽ ഈ രീതിയിൽ വരും. ഇനി അടുത്തത് ഈൽഡ് സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ 129 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ബൈ 3 എന്ന് വരും. ഈൽഡ് ആണ് എടുക്കുന്നതെങ്കിൽ. ഇത് രണ്ടും ഡക്റ്റൈൽ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഈൽഡ് എടുക്കുന്നത്. അപ്പം ഇതിൽ എങ്ങനെയായാലും കുഴപ്പമില്ല. ഇത് നിങ്ങളിപ്പോ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന്റെ കൺഫ്യൂഷൻ വേണ്ട. ഒരിടത്ത് ഇത് ചെയ്യുമ്പോൾ 66.67 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഇത് ചെയ്യുമ്പം 43 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് വരും. നിങ്ങൾ ഇതിലേതെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ ഈൽഡ് ആണ്, അൾട്ടിമേറ്റിന് പകരം ഇവിടെ ഈൽഡ് ആണ് എടുക്കുന്നത്. ഈൽഡ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. ബ്രിട്ടിൽ മെറ്റീരിയൽ ആകുമ്പോഴാണ് ഇവിടെ അൾട്ടിമേറ്റ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ പ്രോബ്ലത്തിൽ നിങ്ങൾ എങ്ങനെ ചെയ്താലും ഇതിന് കൺഫ്യൂഷൻ വരണ്ട. നിങ്ങൾ അൾട്ടിമേറ്റ് ബൈ എടുക്കുകയോ ഈൽഡ് ബൈ എടുക്കുകയോ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, ഇപ്പൊ ഈൽഡ് ഇത് കഴിഞ്ഞു, വർക്കിംഗ് സ്ട്രെസ് കഴിഞ്ഞു. ഇനി പെർസെന്റേജ് ഇലോങ്ങേഷൻ ആണ്. ഇലോങ്ങേഷൻ ഡെൽറ്റ എല്ലിന് പെർസെന്റേജ് ഇലോങ്ങേഷൻ കാണാനായിട്ട് എന്താണ്, എങ്ങനെയാ കാണുക? പെർസെന്റേജ് ഇലോങ്ങേഷൻ ചേഞ്ച് ഇൻ ലെങ്ത് എത്ര ആണോ, എത്രമാത്രം പെർസെന്റേജ് ആണ് ഇലോങ്ങേഷൻ ഉണ്ടായിരുന്നത്, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു 100 ആണ് പെർസെന്റേജ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. അതായത് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം ഇനീഷ്യലി അത് 200 mm ആയിരുന്നു. ഫൈനലി അത് ഏത് രീതിയിലേക്ക് പോയി? 250 വന്നു. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ഇത് രണ്ടുമാണ് എടുക്കുന്നത്. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുമ്പം 250 മൈനസ് 200 ആണ് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു 100, ദാറ്റ് ഈസ് പെർസെന്റേജ് ഇലോങ്ങേഷൻ. അത് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 25% എന്നാണ് വരുന്നത്. ഓക്കെ, ശരിയായല്ലോ. ഇനി പെർസെന്റേജ് അടുത്തത് കാണാനുള്ളത് പെർസെന്റേജ് റിഡക്ഷൻ ഇൻ ഏരിയ. എന്തുകൊണ്ടാണ് റിഡക്ഷൻ ഇലോങ്ങേഷൻ എന്നൊക്കെ പറഞ്ഞത്? നീളം കൂടുകയാണ്, ഏരിയ കുറയുകയാണ്, അതുകൊണ്ടാണ് റിഡക്ഷൻ എന്ന് കൊടുത്തത്. അപ്പൊ റിഡക്ഷൻ ഇൻ ഏരിയ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഒറിജിനൽ ഏരിയ മൈനസ് ഫൈനൽ ഏരിയ
divided by original area into 100. Okay, അങ്ങനെയെങ്കിൽ ഒറിജിനൽ ഏരിയ എങ്ങനെ എഴുതാം? ഒറിജിനൽ ഡയമീറ്റർ 40 ആണ്. പൈ ഇൻറ്റു 40 സ്ക്വയർഡ് ബൈ 4 മൈനസ് ഫൈനൽ ഏരിയ ഡയമീറ്റർ, നെക്കിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 35.5. അപ്പോൾ ഫൈനൽ ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു 35.5 സ്ക്വയർ ബൈ 4. ഇനീഷ്യൽ ഫൈനൽ വ്യത്യാസമായി. ഇനിയും എന്താ താഴെ വരേണ്ടത്? ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഏരിയ പൈ ഇൻറ്റു 40 സ്ക്വയർഡ് ബൈ 4. ദാറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പോൾ അത്രയും പെർസെൻറ്റേജ് ആണ് വരുന്നത്, അതായത് 21.25%. ഓക്കെ, അപ്പം ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് പറയും. കോമ്പോസിറ്റ് മെറ്റീരിയൽ, അതായത് കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു മെറ്റീരിയൽ, ഒന്നിലധികം മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനം കോമ്പോസിറ്റ്. ചിലപ്പം രണ്ട് മെമ്പർ കാണും. ചിലപ്പോൾ ഒരേ മെറ്റീരിയൽ കൊണ്ടായിരിക്കും ആ മെമ്പർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ചിലപ്പം വ്യത്യസ്തമുള്ള മെറ്റീരിയൽ ആയിരിക്കാം. അപ്പൊ ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു മെറ്റീരിയൽ, ഒരു പൈപ്പ് ഉണ്ട്. ഇതൊരു പൈപ്പ്. ഓക്കെ, ഇങ്ങനെ ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പിനെ കവർ ചെയ്ത് വേറൊരു മെറ്റീരിയൽ. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന ഈ പേപ്പർ എന്ന് പറയുന്ന ബ്രാസ് ആണെന്ന് വിചാരിക്കുക. ഈ മെറ്റീരിയൽ എന്ന് പറയുന്ന കോപ്പർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ കോപ്പർ ട്യൂബിന്റെ പുറത്തൂടെ വേറൊരു മെറ്റീരിയൽ വെച്ച് കവർ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം ഇതെന്താണ്? രണ്ട് തരത്തിലുള്ള മെറ്റീരിയലാണ്. അകത്തത് ഒരു മെറ്റീരിയൽ, പുറത്തെ ഒരു മെറ്റീരിയൽ. ഞാൻ നേരത്തെ പറഞ്ഞു മെറ്റീരിയലിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, എന്തിനൊക്കെ വ്യത്യാസം വരും. മെറ്റീരിയലിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ വ്യത്യാസം വരും? യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി മാറും. ഡിഫറെന്റ് മെറ്റീരിയൽ ആണെങ്കിൽ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി മാറും. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിനകത്തുണ്ടാകുന്ന സ്ട്രെസ്സസ്, ഇലോങ്ങേഷൻ, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. അതുകൂടാകുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ഇപ്പൊ ഇങ്ങനൊരു മെറ്റീരിയൽ അല്ലേ, അകത്തൊരു മെറ്റീരിയൽ വെച്ചൊരു പൈപ്പ് ഉണ്ട്, അതിനെ കവർ ചെയ്ത് പുറത്ത് ദാണ്ട് ഇങ്ങനൊരു മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പം ഇതിന്റെ സെക്ഷൻ വരുമ്പോൾ എങ്ങനെ വരും? ഇതിന്റെ തിക്നെസ് കാണാം, ഈ ടെക്സ്റ്റിന്റെ ദാണ്ട് ഇവിടുത്തെ തിക്നെസ് കാണാം, ഈ മോളിൽ ഈ പേപ്പറിന്റെ തിക്നെസ് കാണാം. ഈ പേപ്പറിന്റെ, അതായത് ഞാൻ പറഞ്ഞു പേപ്പറല്ല, അകത്തത് കോപ്പറാണ്, പുറത്തത് ബ്രാസ് ആണെങ്കിൽ ആ ബ്രാസിന്റെ തിക്നെസ് കാണാം, കോപ്പറിന്റെ തിക്നെസ് കാണാം, വീണ്ടും കോപ്പറിന്റെ തിക്നെസ് കാണാം, വീണ്ടും ബ്രാസിന്റെ തിക്നെസ് കാണാം. ഇതിന്റെ സെക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന ഒരു പൈപ്പായിരുന്നു, അതിനെ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഉള്ള വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയെങ്കിൽ അപ്പൊ കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒന്നിലധികം മെറ്റീരിയൽസ് കൊണ്ട് ഒരു സിംഗിൾ യൂണിറ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരേ മെറ്റീരിയൽ ഉണ്ട്, രണ്ട് മെമ്പർ ആയിരിക്കും, ഒന്നിലധികം മെമ്പേഴ്സ് ആയിരിക്കും. ഇതൊരു മെമ്പറാണ്, ഇതൊരു മെമ്പറാണ്. ചിലപ്പോൾ ഇത് ഒരേ മെറ്റീരിയൽ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് ഡിഫറെന്റ് മെറ്റീരിയൽ കൊണ്ടായിരിക്കും. ഡിഫറെന്റ് മെറ്റീരിയൽ എന്ന് കേട്ടാൽ അന്നേരം തന്നെ ആലോചിച്ചോളുക, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി രണ്ടും രണ്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന ഉടനെ നമുക്ക് ഇതിന്റെ സെക്ഷൻ വരയ്ക്കുമ്പം ആദ്യത്തെ മെറ്റീരിയലിന്റെ തിക്നെസ്, അതായത് ഇങ്ങനെ വന്നപ്പോൾ ഈ ബ്രാസിന്റെ തിക്നെസ്, അതിന്റെ മുകളിൽ എന്തോ ഉണ്ടാകത്തുണ്ട്? കോപ്പറിന്റെ തിക്നെസ് അല്ലേ. പിന്നെ അതിന്റെ ഈ ഒരു പൊക്കമല്ലേ, ഒന്നും കാണൂല. പിന്നെ വീണ്ടും താഴെ എന്താണ്? കോപ്പറിന്റെ തിക്നെസ്, ബ്രാസിന്റെ തിക്നെസ്. അപ്പൊ ഇതിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വെച്ചോ, രണ്ട് എൻഡിലും ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക, ഇങ്ങനെ വെച്ചിരിക്കുക. ഇതൊരു മെറ്റീരിയൽ ആണ്. ഇത് കോപ്പർ ആയിക്കോട്ടെ, അലുമിനിയം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇത് സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ ഒരേ രീതിയിൽ ഹാച്ച് ചെയ്യുന്നത്, ഒരേ രീതിയിൽ ഹാച്ച് ചെയ്യും. ഇത് വേറൊരു തരം മെറ്റീരിയൽ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഹാച്ച് ചെയ്യുന്നു. ഓക്കെ, ഇത് അകത്തെ പുസ്തകത്തിന്റെയാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അതിന്റെ താഴത്തതാണ് എന്ത്? ഈ പുസ്തകം ഇങ്ങനെ വളഞ്ഞിരിക്കുമ്പോൾ ഇവിടെ ഒരു തിക്നെസ് വരും, ഇവിടെ ഒരു തിക്നെസ് വരും. അതാണ് തന്റെ ഇതും ഇതും. ഇതിന്റെ പുറത്തുള്ള കട്ടി കുറവാണ് തന്റെ ഇതും ഇതും. ഓക്കെ ആണേ. അപ്പൊ ഇങ്ങനെ ആവുമ്പം ഇതിന്റെ നീളം L എന്ന് ചിന്തിക്കുക.
എൽ. ഇപ്പൊ രണ്ട് എൻഡും ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അപ്പൊ ലെങ്ത് സെയിം ആണ്, എല്ലാത്തിന്റെ ലെങ്ത് സെയിം ആണ്. പക്ഷെ അത് ഇതിങ്ങനെ ഇരിക്കുമ്പോ ഇതിനൊരു ഏരിയ ഇല്ലേ, ഇതിന്റെ പുറത്ത് ഇതിനിരിക്കുമ്പം അതിന് വേറൊരു ഏരിയ അല്ലേ. ഇതിന്റെ ഡയമീറ്റർ കൂടി, അകത്തിന്റെ ഡയമീറ്റർ കുറവ്. അപ്പം നമുക്ക് ഈ പുറത്തതിനൊരു ഏരിയ ഉണ്ട് A1, ഓക്കെ, അകത്തതിനൊരു ഏരിയ ഉണ്ട് A2. രണ്ട് മെറ്റീരിയൽ ആണെങ്കിൽ ഇവിടെ ഒരു യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി E1 ഉണ്ട്, അകത്തെ മെറ്റീരിയലിന് E2 ഉണ്ട് അല്ലേ, ആണോ? അതെ. അപ്പൊ നോക്കിയേ, ഇനി ഞാൻ ഇതിനകത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പോവാം. P എന്ന് പറയുന്ന ഫോഴ്സ് ഞാൻ കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പിന്നെ ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അതേ ഒരു സെയിം ആള് തന്നെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ആ ക്ലാസ്സിലെ പിള്ളേരെ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ ഒരേ രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പക്ഷേ പലർക്കും പല ഇതിലാണ് ഗ്രാസ്പ് ചെയ്യുന്നത്, ആണല്ലോ. അപ്പൊ നോക്കിയേ, ഈ P എന്ന് പറയുന്ന ഫോഴ്സ് ഞാൻ ഇത് രണ്ട് മെറ്റീരിയൽ രണ്ടിലേക്ക് ഞാൻ P എന്ന് പറയുന്ന ഫോഴ്സ് കൊടുത്തു. പക്ഷെ ഇങ്ങനെ P എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങനെയും വലിച്ചപ്പം ഇതിലുണ്ടാകുന്ന ഫോഴ്സ്, ഇതിന് അനുഭവപ്പെടുന്ന ഫോഴ്സ്, അതായത് രണ്ട് മനുഷ്യരെ തമ്മിൽ കൂട്ടിക്കെട്ടിട്ട് രണ്ട് എൻഡിൽ നിന്നും വലിക്കുമ്പോൾ ആ ഫോഴ്സ് രണ്ടുപേർക്കും രണ്ട് രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ ഫോഴ്സ് P എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്നറിയോ? ഒന്നാമത്തേതിലുണ്ടാകുന്ന ഫോഴ്സ് P1 പ്ലസ് P2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ലോഡ്, ഈ കൊടുക്കുന്ന P എന്ന് പറയുന്ന ലോഡിനെ സ്പ്ലിറ്റ് ചെയ്തു. ആ ലോഡ് ഈ P എന്ന് കൊടുക്കുന്നത് ഒന്നും അറിയാതെ നമ്മൾ പോയി നിന്ന് പറയുക P. പക്ഷേ ഒന്നാമത്തെ ആളെടുത്തത് P1 ആയിട്ടും രണ്ടാമത്തെ ആളെടുത്തത് P2 ആയിട്ടും. അപ്പൊ അത് രണ്ടും കൂടെ ചേർന്ന് കുറച്ച് അവിടെ കിട്ടി, കുറച്ച് ഇവിടെ കിട്ടി. അപ്പൊ P1 പ്ലസ് P2 എന്ന് എഴുതുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഈ Pക്ക് നമുക്ക് വേറൊരു ടൈമിലേക്ക് നമുക്ക് ഇവിടെ നോക്കിയേ, ഈ Pക്ക് നമുക്ക് ഇവിടെ ഒരു ഫോം കിടപ്പുണ്ട്. P ഈസ് ഈക്വൽ ടു ഇതിൽ നിന്ന് കൊണ്ടുവരിക. ഓക്കെ, P ഈസ് ഈക്വൽ ടു F ഇൻറ്റു A. ശരിയാണോ? അതിനെ ഞാൻ ആദ്യമേ ഇങ്ങനെ എഴുതിയിട്ടേക്കുന്ന അത്രയും ഇക്വേഷനിൽ നിന്നാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. F ഇൻറ്റു A. ഓക്കെ, അപ്പൊ F ഇൻറ്റു A ആണെങ്കിൽ P1നെ എങ്ങനെ എഴുതാം? P1നെ എങ്ങനെ എഴുതാം? F1 A1. വ്യത്യാസമില്ലേ അല്ലേ? ഇനി P2നെ എങ്ങനെ എഴുതാം? F2 A2. അതായത് നമുക്ക് അപ്പൊ Pക്ക് നമുക്ക് എങ്ങനെ എഴുതാം? F1 A1 പ്ലസ് F2 A2. ഇത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുന്നു. ഇതിനെ ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്നാ പറയുക. ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. സംശയമുണ്ടോ? ഇതിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി നോക്കിയേ, നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇനി നമ്മൾ സ്ട്രെയിൻ എത്രയാണെന്നാണ് കൊടുക്കാൻ പോകുന്നത്. ഇതിനകത്തുണ്ടാകുന്ന ഇതിന് ഒരു ഡിമാൻഡ് ഉണ്ട്. ഇത് രണ്ട് എൻഡും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതിനകത്തുണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ ഇതിനകത്ത് ഡെൽറ്റ L1 എന്ന് പറയുന്നത് ഡെൽറ്റ L2 തന്നെയാണ്. ഇതിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത് രണ്ട് എൻഡും പിടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഇതിനകത്തുണ്ടാകുന്ന ഡെൽറ്റ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് രണ്ടും ഒന്നാണ്, ഡെൽറ്റ L. ഡെൽറ്റ L1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ L2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ L1. ഇനി നമുക്കറിയാം L1 എന്ന് പറയുന്ന ഇതിനൊരു ലെങ്ത് ഇല്ല. L1 ഈസ് ഈക്വൽ ടു L2 ഈസ് ഈക്വൽ ടു L തന്നെയാണ്. അത് രണ്ടും നമ്മുടെ കണ്ടീഷനാണ്. അങ്ങനെയാണ്, രണ്ട് എൻഡും പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ട്രെയിനിന് നമുക്കൊരു ഇക്വേഷൻ കൊണ്ടുവരാം. ആദ്യത്തേതിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ E1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ L1 പ്ലസ് L1. E2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ L2 ബൈ L2. ഡെൽറ്റ L1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ L2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ L. അപ്പം ഇത് ഡെൽറ്റ L ആണ്. L1 ഈസ് ഈക്വൽ ടു L2 ഈസ് ഈക്വൽ ടു L. therefore L എന്ന് കൊടുത്തു. ഡെൽറ്റ L1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ L2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ L. അപ്പോൾ ഡെൽറ്റ L2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ L. L2 എന്താണ്? L ആണ്. നോക്ക്, ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? E1 ഈസ് ഈക്വൽ ടു E2 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, E1 ഈസ് ഈക്വൽ ടു E2. മനസ്സിലായോ? ഇനി നോക്കിക്കേ,
ഈ E1 ഈസ് ഈക്വൽ ടു E2 ആണെങ്കിൽ ഈക്കൊരു എന്തെങ്കിലും ഒരു വേറെ ഇക്വേഷൻ ഉണ്ടോ നോക്കിയേ E കാണാനായിട്ട്. ഇവിടെ നോക്കിയേ E1 ഈസ് ഈക്വൽ ടു E2 ആണ്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് വേറെ ഡെൽറ്റയിലോട്ടൊന്നും പോയാൽ ഒന്നും ഒരു പ്രയോജനമില്ല. അപ്പൊ E1 ഈസ് ഈക്വൽ ടു E2 ആണെങ്കിൽ ഈക്കൊരു ഇക്വേഷൻ ഇവിടെ ഉണ്ടല്ലോ, E ഈസ് ഈക്വൽ ടു E അങ്ങ് മോളിപ്പോവും, E ഇങ്ങ് താഴെ വരും, F/E. അതായത് സ്ട്രെസ് ആണ് F, സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് E. രണ്ട് ഇതിന്ന് കൊണ്ടുവന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ E1 ഈസ് ഈക്വൽ ടു F1 ബൈ എന്താണ് E1, E2 ഈസ് ഈക്വൽ ടു F2 ബൈ E2. സംശയമില്ലല്ലോ, ഉണ്ടോ? E1 F1 ബൈ ഈ ഇക്വേഷനിൽ നിന്നാണ് വരുന്നത്, F1 ബൈ E1, E2 ഈസ് ഈക്വൽ ടു F2 ബൈ E2. അങ്ങനെയെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് E1 ഈസ് ഈക്വൽ ടു E2 എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേറ്റ് ചെയ്തൂടെ? F1 ബൈ E1 ഈസ് ഈക്വൽ ടു F2 ബൈ E2 എന്ന് നമുക്ക് എഴുതിക്കൂടെ? കാരണം E1 ഈസ് ഈക്വൽ ടു E2 ആണ്. നോക്കിയേ, ഇനി നമുക്കിപ്പോ കണ്ടുപിടിക്കാനുള്ളത് ഇതിന്റെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് സ്ട്രെസ്സസ് ഇൻ കോമ്പോസിറ്റ് ബാർസ് എന്നാണ്. സ്ട്രെസ്സസ് ഇൻ കോമ്പോസിറ്റ് ബാർസ് എന്നാണ് ഹെഡിങ്. അപ്പൊ സ്ട്രെസ് ആണ് നമുക്ക് വേണ്ടിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, സ്ട്രെസ് ഇൻ ഫസ്റ്റ് മെറ്റീരിയൽ F1, സ്ട്രെസ് ഉണ്ടാകുന്ന ഫസ്റ്റ് മെറ്റീരിയൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഈസ് ഈക്വൽ ടു F2 അവിടെ കിടപ്പുണ്ട്, F2 ബൈ E2. അതുപോലെ ഉണ്ട് ഈ E1 അങ്ങ് മോളിൽ പോകും, ഈ E1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങ് മോളിൽ കയറും, F2 ബൈ E2. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ E1 ബൈ E2, F2 ഇൻറ്റു E1 അങ്ങ് പോയാൽ E1 ബൈ E2 എന്ന് വരും. ഓക്കെ, നോക്കിയേ, ഇതിനകത്ത് സ്ട്രെസ് ഇൻ ഫസ്റ്റ് മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻ സെക്കൻഡ് മെറ്റീരിയൽ ഇൻറ്റു Young's modulus of elasticity of the first material divided by Young's modulus of elasticity of the second material. അപ്പോൾ രണ്ട് Young's modulus of elasticity തമ്മിൽ ഒരു റേഷ്യോ വന്നിരിക്കുന്നേ. അപ്പോൾ Young's modulus of the ratio between Young's modulus of elasticity of the first to the എന്താ Young's modulus of elasticity of the second ഒരു റേഷ്യോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് F1 is equal to F2 into small m എന്ന് നമുക്ക് കൊടുക്കാം. ഈ E1 ബൈ E2 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ്. രണ്ട് മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി തമ്മിലുള്ള റേഷ്യോ, അതിനെ നമ്മൾ പറയുന്നത് മോഡുലാർ റേഷ്യോ എന്നാണ്. മോഡുലാർ റേഷ്യോ എന്നാണ് പറയുക. അത് നമ്മൾ സ്മോൾ m ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് P is equal to F1 A1 plus F2 A2. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F1 is equal to F2 into M എന്ന് എഴുതുന്ന ഈ ഇക്വേഷനെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറഞ്ഞു. ഈ ഇക്വേഷനെ നമ്മൾ പറയുന്നത് കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ രണ്ട് നമുക്ക് എന്താ വേണ്ടത്? സ്ട്രെസ്സസ് ഈച്ച് മെമ്പർ, സ്ട്രെസ്സസ് ഇൻ ഈച്ച് മെമ്പർ. ഫസ്റ്റ് മെമ്പറിൽ എത്ര സ്ട്രെസ് ഉണ്ടായി, സെക്കൻഡ് മെമ്പറിൽ എത്ര ഇതുണ്ടായി എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യും. ഈ രണ്ട് ഇക്വേഷൻസിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന അത് ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഈ രണ്ട് ഇക്വേഷൻ ഞാൻ 1 എന്നിട്ടതും 2 എന്നിട്ടതുമായിട്ടുള്ള ഇക്വേഷൻസ് രണ്ടുകൂടെ ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയാം? F1 സ്ട്രെസ് ഇൻ ഫസ്റ്റ് മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ P E1 കൊടുക്കുന്ന ഫോഴ്സ് ഇൻറ്റു ഫസ്റ്റ് മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി ഫസ്റ്റ് മെറ്റീരിയൽ ഇൻറ്റു യങ്സ് മോഡുലസ് ഓഫ് ദി ഫസ്റ്റ് മെറ്റീരിയൽ പ്ലസ് ഏരിയ ഓഫ് ദി സെക്കൻഡ് മെറ്റീരിയൽ ഇൻറ്റു യങ്സ് മോഡുലസ് ഓഫ് സെക്കൻഡ് മെറ്റീരിയൽ. PE1 സ്ട്രെസ് അറ്റ് ഫസ്റ്റ് പോയിന്റ്. ആ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്ട്രെസ് ഇൻ ദ ഫസ്റ്റ് മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന ലോഡിന്റെ ആദ്യത്തേതിന്റെ അല്ലേ സ്ട്രെസ്, അതുകൊണ്ട് ആദ്യത്തെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിവൈഡഡ് ബൈ A1 E1 പ്ലസ് A2 E2. അതുപോലെ സിമ്പിൾ ഇക്വേഷൻ ആണ്, നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ എളുപ്പമാണ്. F2 വരുമ്പോൾ എങ്ങനെയാ വരിക എന്നറിയോ? ഇവിടെ F1 ആയപ്പോൾ PE1 ആയിരുന്നു. അപ്പൊ F2 ആകുമ്പോൾ PE2 ഡിവൈഡഡ് ബൈ താഴത്തെ ഡിനോമിനേറ്റർ സെയിം
A1 E1 plus A2 E2. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇപ്പൊ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കിനി ഇതിന്റെ ഒരു പ്രോബ്ലം, അതായത് ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം, നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റ്യന് എഴുതിയെടുത്തോളുക. അതായത് a brass tube of 10 centimeter dia. അപ്പൊ ബ്രാസ് ട്യൂബിന്റെ ക്രോസ് സെക്ഷൻ വരച്ചാൽ മതിയല്ലോ. ബ്രാസ് ട്യൂബ് 10 സെന്റിമീറ്റർ ആണ് അതിന്റെ ഡയമീറ്റർ. 10 സെന്റിമീറ്റർ ആണ്, സെന്റിമീറ്റർ ആണ് നമുക്ക് വേണ്ടിയത്, മില്ലിമീറ്റർ ആണ്. അപ്പൊ 10 സെന്റിമീറ്റർ ഇൻറ്റു 10 മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തോണം. ഹിന്റ് മാത്രമേ പറയുന്നുള്ളൂ, ചെയ്ത് നോക്കുക. എ ബ്രാസ് ട്യൂബ് ഓഫ് 10 സെന്റിമീറ്റർ എക്സ്റ്റേണൽ ഡയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പിടിക്കുമ്പോൾ അതിനൊരു തിക്നെസ് ഉണ്ട് അല്ലേ, ഒരു തിക്നെസ് ഉണ്ട്. അപ്പൊ അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ തിക്നെസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ബ്രാസ് ആണ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ ഇന്റേണൽ ഡയമീറ്റർ എത്ര ആയിരിക്കും? ഇവിടുത്തെ ഒന്നുകൂടെ കുറയുമ്പോൾ ഈ 10ന്ന് ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആയി. അപ്പൊ 8 × 10 മില്ലിമീറ്റർ. ഓക്കെ, ഇനി സറൗണ്ട്സ്, ഈ സാധനം വേറൊന്നിന് പുറത്ത് നിൽക്കുന്നതാണ്. സറൗണ്ട്സ് എ കോപ്പർ വയർ, അതായത് എ ബ്രാസ് ട്യൂബ് ഓഫ് 10 സെന്റിമീറ്റർ എക്സ്റ്റേണൽ ഡയ 1 സെന്റിമീറ്റർ തിക്ക് സറൗണ്ട്സ് എ കോപ്പർ വയർ. ഇതിനകത്തൊരു കോപ്പർ വയർ പോകുന്നുണ്ട്, അതാണ്ട് ഇങ്ങനെ ഒരു കോപ്പർ വയർ പോകുന്നുണ്ട്. ഓക്കെ, ആ കോപ്പർ വയറിനെ സറൗണ്ട് ചെയ്താണ് ഈ ബ്രാസ് നിൽക്കുന്നത്. മനസ്സിലായല്ലോ? ഈ കോപ്പർ വയറിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഈ ബ്രാസിന്റെ ഇതിന്റെ തിക്നെസ്സും 1 ആണ്. ഈ ബ്രാസിന്റെ വയറിന്റെ തിക്നെസ്സും 1 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അല്ല ഇതിങ്ങനെ ബ്രാസിന്റെ ഒരു ഇത് പോകുന്നുണ്ട്. ആ ബ്രാസിന്റെ പോകുന്നതിന്റെ ഇതിന്റെ തിക്നെസ്സും 1 ആണ്. ഇവിടെ വരെയാണ് 8. ഓക്കെ, അകത്തൂടെ ഒരു ബ്രാസിന്റെ ഇതാണ് പോയിരിക്കുന്നത്, സോറി കോപ്പറിന്റെ ആണ് പോയിരിക്കുന്നത്. അതിന്റെ തിക്നെസ്സും 1 ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഡയമീറ്റർ, ഇതിനൊരു തിക്നെസ് കാണുമല്ലോ, ഇതിന്റെ ഇന്റേണൽ ഡയമീറ്ററും ഇതിന്റെ കൂട്ട് തന്നെ ഒരു തിക്നെസ് ഉണ്ട്. അപ്പം ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്, ഇതിന്റെ ഡയമീറ്റർ, എക്സ്റ്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത്, ഇതിന്റെ ഇന്റേണൽ ഡയമീറ്റർ എത്ര വന്നിരിക്കുന്നത്? 8 അല്ലെ? അത് തന്നെ ഇതിനോട് ചേർന്നാണ് കോപ്പർ ബ്രാസിന്റെ വയർ പോയിരിക്കുന്നത്, ഇതിനോട് ചേർന്നാണ്. ഇത് 1 സെന്റിമീറ്റർ, ഇത് 1 സെന്റിമീറ്റർ ആണ്, ഇതും 1 സെന്റിമീറ്റർ തിക്കാണ്. അപ്പം ഈ ബ്രാസിന്റെ എക്സ്റ്റേണൽ ഡയ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ, ഇന്റേണൽ ഡയ എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഈ കോപ്പറിന്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത്, കോപ്പറിന്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ 8 സെന്റിമീറ്റർ തന്നെയാണ്. ഇന്റേണൽ ഡയ എന്ന് പറയുന്നത് 8ന് അകത്തതും ഈ 2 തിക്നെസ് കുറയുന്നത്, അതായത് 6 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ഇതിന് ഒരു ലോഡ് ക്യാരി ചെയ്യുന്നുണ്ട്. ലോഡ് എന്ന് പറയുന്നത് 40 കിലോ ന്യൂട്ടൺ ആണ്. ലോഡ് 40 കിലോ ന്യൂട്ടൺ ആണ്. എസ്റ്റിമേറ്റ് ദി സ്ട്രെസ് ഇൻ ഈച്ച് മെമ്പർ. ഇതിനകത്തെ പുറത്തെ ബ്രാസിനകത്ത് എത്ര സ്ട്രെസ് ഉണ്ട്, എന്താ കോപ്പറിനകത്ത് എത്ര സ്ട്രെസ് ഉണ്ട് എന്ന് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഇനി അതിനകത്ത് എത്ര നീള വ്യത്യാസം ഉണ്ടായെന്നും കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഇവിടെ നോക്കാം. F1 എന്നുള്ളത് ഇതെന്താണ്? ബ്രാസ് അല്ലേ? അതിന് പകരം ഞാൻ B എന്ന് കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ 1 ഉള്ളിടത്തെല്ലാം ഞാൻ B കൊടുക്കുന്നു. ഏരിയ ഓഫ് ബ്രാസ്, യങ്സ് മോഡുലസ് ഓഫ് ബ്രാസ്. ഈ A2 എന്ന് പറയുന്നിടത്തെല്ലാം ഞാൻ കോപ്പറിന്റെ C കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ F2 എന്ന് പറയുന്നതിന് പകരം സ്ട്രെസ് ഇൻ കോപ്പർ ആയി. ഇത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോപ്പർ. ഇവിടെ കോപ്പറിന്റെ ഏരിയ, ഇവിടെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോപ്പർ. സോറി, ഇത് ബ്രാസിന്റെ താഴെ വ്യത്യാസമില്ല. EB EC AC. ഇത് ചെയ്യുമ്പോൾ രണ്ട് മെറ്റീരിയലിനകത്ത് ഏരിയ കാണുന്നത് എങ്ങനെയാ? ആദ്യത്തെ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് π d² by 4 എന്നാണ്. അപ്പൊ π ഇൻറ്റു 2d ഉണ്ട്. അപ്പൊ π/4 ഇങ്ങ് എടുത്തു കഴിഞ്ഞാൽ d1² - d2² എന്ന് വരും. അതായത് നമുക്കൊരു 10ഉം 8ഉം ഉണ്ട്. അപ്പൊ 10² / 8² എന്ന് വരും. അല്ല 100 മില്ലിമീറ്ററിലാക്കണ്ടേ?
ഇനി അകത്തെ ഇത് A1 A2 എന്ന് പറയുന്നത് എന്താ വരിക π/4 into ഹോളോ അല്ലേ, തിക്നെസ്സും ഉണ്ട്. അപ്പൊ തിക്നെസ് വെച്ച് കുറയ്ക്കേണ്ട രണ്ട് ഏരിയ. π/4 into 8 സ്ക്വയർ 80 സ്ക്വയർ മൈനസ് 60 സ്ക്വയർ എന്ന് പറയും A2. അപ്പം യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കോപ്പറിന്റെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 1.1 into 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. Young's modulus of elasticity of brass is equal to 0.9 into 10⁵ Newton per millimeter square. Okay. ഒരു ഒറിജിനൽ ലെങ്ത് 200 മില്ലിമീറ്ററിനും തന്നിട്ടുണ്ട്. ഒറിജിനൽ ലെങ്ത് ഇതിന്റെ അങ്ങോട്ട് ഇങ്ങനെയുള്ള നീളം എന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്ത് ഈസ് ഈക്വൽ ടു 200 mm. അതുകൂടെ എഴുതി കൊടുക്കുക. ഒറിജിനൽ ലെങ്ത് ഈസ് ഈക്വൽ ടു 200 mm. എത്ര കണ്ട് നീളം കുറഞ്ഞു എന്നൂടെ കണ്ടുപിടിക്കണം. അപ്പൊ സ്ട്രെസ്സസ് ഇൻ ഈച്ച് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്ത് ആദ്യത്തെ മെറ്റീരിയലിന്റെ സ്ട്രെസ് കണ്ടുപിടിക്കുക, ഇത് ഇക്വേറ്റ് ചെയ്ത് രണ്ടാമത്തെ മെറ്റീരിയലിന്റെ കണ്ടുപിടിക്കുക. ഇനി ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു നമുക്ക് ഉണ്ട്. ഡെൽറ്റ എൽ കാണാന് ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു FC. ഡെൽറ്റ എൽ കാണാന് PL/AE അല്ലേ, PL/AE എന്നൊരു ഇക്വേഷൻ ഉണ്ട്. PL/AE ഇതിനകത്തുണ്ടാകുന്ന ഡെൽറ്റ എൽ സെയിം ആയതുകൊണ്ട് ഡെൽറ്റ PL/AE എന്നുള്ള ഡെൽറ്റ എൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു പി എന്ന് പറയുന്നത് 40 കിലോ ന്യൂട്ടൺ ആണ്. 40 into 10⁵. ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് 200 mm ആണ്. ഏരിയ എന്ന് പറയുന്നത് ഏതെങ്കിലും ഏരിയ A1 E1 എടുക്കാം, A2 E2 എടുക്കാം, ഏത് വേണേലും എടുക്കാം. A1 E1 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഇതല്ലെന്നുണ്ടെങ്കിൽ ഓർ 40 into 10⁵ into 200 divided by A2 E2 എന്ന് കൊടുത്താലും കിട്ടും. ഓക്കെ, ഈ രീതിയിൽ ഈ പ്രോബ്ലം ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ടെമ്പറേച്ചർ സ്ട്രെസ്സസും പിന്നെ കുറച്ച് ചെറിയ പോർഷൻസ് കൂടെ ഉള്ളൂ സെക്കൻഡ് മൊഡ്യൂളിൽ. Okay, thank you.